It has been 10 years. We started our fasting and prayer meeting 2005, January 1st. We conducted the first regularized fasting and prayer meeting. Otherwise, we have scatteredly, we have fasting and prayer here and there. But in January of 2005, we regularized our fasting prayer once a month, possibly by the first weekends of the month, and regularly we are conducting. I think there's only one day we canceled or something because of the weather, adverse weather. Otherwise, we conducted the fasting prayer, and some of us came earnestly to spend time before the Lord, seek the face of the Lord. 2005 ജാനുവരി മാസം ആദ്യത്തെ വീക്കെൻഡ് മുതൽ ഇന്ന് വരെ നമുക്ക് തുടർമാനമായി കഴിഞ്ഞ 10 വർഷക്കാലം ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥന കടന്നു വന്നത് കർത്താവിന് മുഖം രക്ഷിപ്പാൻ കർത്താവ് സഹായിച്ചു. ഏകദേശം 10 വർഷം കഴിഞ്ഞല്ലോ. ഇതിനിടയ്ക്ക് ഒരു ദിവസത്തെ നമ്മൾ ഫാസ്റ്റിംഗ് പ്രയർ ക്യാൻസൽ ആക്കേണ്ടി വന്നു. കാരണം കാലാവസ്ഥയുടെ പ്രതിബന്ധമുണ്ട്. അല്ലെങ്കിൽ കഴിയുന്നത്തോളം നമ്മൾ നടത്തിയെടുക്കാൻ ശ്രമിച്ചു. കഴിയുന്നത്തോളം പ്രിയപ്പെട്ട ത്യാഗത്തോടെ കടന്നു വന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരവും നമ്മുടെ സാഹചര്യം അറിയുന്ന കർത്താവുണ്ട്. കർത്താവാണ് നമുക്ക് പ്രതിഫലം തരുന്നത്. മനുഷ്യരാരുടെ അപ്രകാരം തന്നെ ആയിരിക്കട്ടെ. കർത്താവിന്റെ ദാസന്മാർ ഇവിടെ വന്ന് ശുശ്രൂഷിക്കുണ്ടായി. അതൊക്കെ നമുക്ക് ഒരു വിധത്തിൽ വേറെ വിധത്തിൽ നമുക്ക് അനുഗ്രഹമായിട്ട് അതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ സഹായിക്കട്ടെ. പരമ്പര ഈ പ്രാവശ്യവും കർത്താവിന്റെ ദാസന്മാർ ശക്തിയുമൻ മഞ്ചേരിയിൽ ശുശ്രൂഷിക്കുന്നു. അവിടെയും അയക്കുന്നതൊക്കെ കർത്താവിന്റെ വില വളരെ ശക്തമാണ് ചെയ്യുന്നത്. തന്റെ കുടുംബം ഇവിടെയുണ്ട്. പ്രിയമകനെയും കുടുംബങ്ങളുടെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 2 ദിവസമായി മാറ്റമില്ലാത്ത വചനം ഇവിടെ വളരെ ശക്തമായി കൊടുക്കൊണ്ടിരുന്നു. ഇവിടെ എന്നോട് പലരും പറയുകയുണ്ടായി, അത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ സഭയെ കേൾപ്പിക്കേണ്ടി എന്ന് പറയുകയുണ്ടായി. So it is recording now for the purpose of to see it later. So it should be a blessing. Yesterday morning, yesterday evening, and today morning, the man of God was preaching what is fasting and prayer, what is the results, what is our attitude should be, what is the expected results from our life. നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയുമുള്ള പ്രതിഫലനങ്ങൾ എന്താണ്? ഏത് മനസ്സോടുകൂടി ഏത് കാര്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടതൊക്കെ പല കാര്യങ്ങളും ഇവിടെ പറയുകയുണ്ടായി. നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ചില കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുമ്പോൾ നമുക്കത് നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കും. അത് യാതൊരു സംശയമില്ല. ആ പ്രതീക്ഷയോട് ഇന്നേ പറ്റത്തുള്ളൂ. നമ്മൾ വെറുതെ വന്നിരുന്ന് മാസ്റ്റർ വെച്ചു അവിടെ ഞങ്ങൾ വന്നിരുന്ന് കൊടുത്തു എന്ന് പറയാനാണെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ഭാഷമാർ പറഞ്ഞേക്കും നമുക്കറിയാവുന്ന വചനമാണെന്ന് പറഞ്ഞു പോകും. പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആ വന്നെന്നുണ്ടെങ്കിൽ ഇതിന് പ്രാപിക്കേണ്ട കടന്നു യാതൊരു സംശയമില്ല. അറിയാൻ രാത്രിക്കാലം ആഗ്രഹത്തോടെ കടന്നു വന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് കൂടി കഴിഞ്ഞാൽ സമയം എടുക്കുന്നില്ല. കർത്താവിന് വിട്ടുകൊടുക്കുകയാണ്. സമയമുണ്ട്. കർത്താവ് പിടിക്കും. നാളെ ആരാധിക്കും. ചില ബന്ധങ്ങളുണ്ട്. അറിയാം അന്നേരം സംസാരിക്കും. വയ്യാൽ കർത്താവ് ദാസൻ തൊണ്ടയ്ക്ക് വളരെ പ്രയാസമുണ്ട് സംസാരിക്കാനെങ്കിലും ഇവിടെ നിന്ന് 3-4 വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. വേറെ കുഴപ്പമൊന്നും കണ്ടില്ലെങ്കിലും കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ കർത്താവ് ദാസനെ ഏൽപ്പിച്ചു കൊടുക്കാം. രാത്രികാലവും മാറ്റമില്ലാത്ത വചനം എന്നോട് ഇന്നലെ രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കട്ടി ഇച്ചിരി കുറഞ്ഞാ പറഞ്ഞത്. നമ്മൾ കട്ടി കുറയ്ക്കേണ്ട ധൈര്യമായിട്ട് പറഞ്ഞു. ഒരു ദാക്ഷിണ്യം കാണിക്കേണ്ട, ദാക്ഷിണ്യമില്ല സംസാരിക്കുന്ന രീതിക്ക്. അതുകൊണ്ട് ഒട്ടും കട്ടി കുറയ്ക്കേണ്ട ആവശ്യമില്ല. കേൾക്കേണ്ടവരെ മാത്രമേ ദൈവം കൂട്ടിക്കൊണ്ട് വരത്തുള്ളൂ. അല്ലാത്ത എല്ലാം ദൈവം മാറ്റിക്കളയും. യാതൊരു സംശയമില്ല. കേൾക്കേണ്ടവരെ മാത്രം ഓരോ സമയങ്ങൾ കൊണ്ടുവന്ന് ദൈവം കേൾപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ആള് കുറഞ്ഞതോ കൂടിയൊന്നും പേടിക്കേണ്ട. ദൈവത്തിലുള്ളവരെ മാത്രമേ കൊണ്ടുവരുള്ളൂ. അതുകൊണ്ട് കേൾക്കേണ്ടവരെ കൊണ്ടുവരും, കേൾപ്പിക്കും. അത് അനുഗ്രഹമായി തീരും. അനുഗ്രഹം അവരവർ തീരുമാനിച്ചോളൂ. എന്നാൽ ഇന്ന് രാത്രി കാലം കടന്നു വന്നവരെ അനുഗ്രഹം പ്രാപിക്കുക. അതാണ് എന്റെ ആഗ്രഹം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ശക്തീകരിക്കട്ടെ. തുടർന്ന് ദൈവം സൃഷ്ടിക്കും. പ്രാർത്ഥനയോടെ അറിയാം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല രാത്രിയുടെ യാമത്തിലാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഈ രാത്രികാലമായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനെ ഓർത്ത് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. മലബാറിൽ വന്ന സാധാരണക്കാരനായ ഉപദേശിയുടെ പരിക്കും പ്രസംഗം കേൾപ്പാനൊക്കണം ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനും സഹ ശുശ്രൂഷകന്മാർക്കും ദൈവസഭയ്ക്കും എൻ്റെ വന്ദനത്തെ ഈ രാത്രിക്കാരൻ ഞാൻ അറിയിക്കുകയാണ്. ദൈവം എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് ഇവിടെ ഈ 2-3 ദിവസങ്ങളിൽ ഉപവാസം പ്രഖ്യാപിച്ചപ്പോൾ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടത് എന്താണ് പ്രസംഗിക്കേണ്ടത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ സംസാരിക്കണം അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തനുസരിച്ചാണ് ഞാൻ സംസാരപ്പെടാതിരുന്നത്. അത് വലിയ ഉണർവ് പ്രസംഗമായിട്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രസംഗിക്കാൻ കർത്താവ് കൃപ ചെയ്തു. 2 മെസ്സേജായിട്ട് ഞാൻ സംസാരിച്ചു. ദൂതായിട്ട്
ബ്രോൺസിലെ 2 വീട്ടിൽ വെച്ചിട്ട് അതവിടെ ഉള്ളവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഇനി അടുത്ത 8-ാം തീയതി ബ്രോൺസിൽ ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട്. അന്ന് വരുന്നവർക്ക് ഇത് കേൾക്കാം. അന്നൊരു മെസ്സേജും കൂടെ ഞാൻ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം ഒരുമിച്ച് വിളിയായിരിക്കും കർത്താവ് കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എൻ്റെ ശിശുവിൻ്റെ ശൈലി നിങ്ങൾ മനസ്സിലാക്കി കാണും. ഞാൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കത്തില്ല. എൻ്റെ കൃപ അതാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കുന്ന കാര്യം ഓർമ്മപ്പെടുത്തിയാണ്. പകലത്തെ മീറ്റിംഗ് ഒന്ന് അനുഗ്രഹിക്കപ്പെടാൻ കാരണം എല്ലാവരും മുന്നിലേക്ക് കയറ്റിയിരുന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ തോന്നുന്നു. സന്ധ്യയ്ക്ക് വീണ്ടും പുറകിലേക്ക് പോയി ഇനിയിപ്പം ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുക. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥനയുടെ സാധ്യത എന്താണ്? പ്രാർത്ഥിക്കുന്ന പ്രാധാന്യം എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോസ്തലന്മാരെ നിവർത്തിച്ചു, ദൈവസഭ അന്വേഷിച്ചു, നമുക്ക് ചിന്തിച്ചു എങ്ങനെ പ്രാർത്ഥിക്കണം, അതിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു. അല്ലെങ്കിൽ 3 തരത്തിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച്, ഉപവാസത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഒരു ചെറിയ ഉപവാസം, അല്പം ശാഖപദാർത്ഥവും കച്ചവടം പിടിച്ച ഉപവാസത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അതിലൂടെ കട്ടിപൊട്ടിയൊരു ഉപവാസത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഏറ്റവും കട്ടിയുള്ള ഉപവാസത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അത് ഞാൻ വളരെ സരസമായി എൻ്റെ ജീവിത അനുഭവത്തോട് വന്ന് ഞാൻ സംസാരിക്കുകയുണ്ടായി. അത് കേൾക്കാത്തവർക്ക് നിവൃത്തിയില്ല, പോട്ടെ. നിങ്ങളെ കേട്ടവരോട് ചോദിക്കുക. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്നലെ വൈകിട്ട് നെഹമ്യാവിനെ ദൈവം പ്രാർത്ഥന എങ്ങനെ ഉപയോഗിച്ചു, നെഹമ്യാവ് ദൈവത്തിൻ്റെ യെരൂശലേമിൽ മദ്യപ്പണി നടത്തിയതിനെക്കുറിച്ചും ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് യെരൂശലേമിലെ ദൈവാലയം പണിയാനൊക്കെ ദൈവം കോരേശ്വര മനസ്സിനെ ഉണർത്തിയതിനെക്കുറിച്ച് എൻ്റെ പണിയാൻ തീർന്നു. ഇന്ന് പകല് എന്താണ് ഉപവാസം എന്ന് ഒരല്പസമയം സംസാരമായിട്ട് തീർന്നു. ഇന്ന് ആ ഉപവാസത്തോടുള്ള ബന്ധത്തിലല്ല, ഒരു ചെറിയ ചിന്ത നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതിവിടെ കഴിഞ്ഞ പകല് ഇവിടെ ഒരു സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ ആ വാക്കിയുടെ കോട്ട് ചെയ്തു. അപ്പം എനിക്ക് സന്തോഷം തോന്നി. അതുകൊണ്ട് ആ വാക്കിയുടെ വായ്പാനക്കണം ആഗ്രഹിക്കുകയാണ്. തന്നെയല്ല, കഴിഞ്ഞ വാചന സർവീസിൽ അന്ന് കഥാദാസനോടെ ഓർമ്മപ്പെടുത്തിയപ്പോൾ നമ്മുടെ സാർവത്രികമായ നമ്മുടെ പ്രാവർത്തിക ജീവിതത്തിൽ അന്വേഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചില പുസ്തകങ്ങളുടെ പേര് പറഞ്ഞു. യാക്കോബിന്റെ ലേഖനം പറഞ്ഞു. അടുത്ത് പറഞ്ഞത് യഹസ്കേൽ പ്രവചനം 2-3 അധ്യായങ്ങൾ വായിച്ചു നോക്കണം. എനിക്ക് കുറച്ചുകൂടെ താല്പര്യം തോന്നിയ ആവശ്യത്തിന്. അങ്ങനെ ഭാഷ പറഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ 1 മാസം മുമ്പേ ഇന്ന് ഇവിടെ പ്രസംഗിക്കുന്ന വിഷയം ഞാൻ അന്നേ പ്രാർത്ഥന തയ്യാറാക്കിയ വിഷയമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഏകീകരണമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇന്ന് ഈ രാത്രികാലം ആ വിഷയത്തിൽ പ്രവേശിപ്പാനെങ്കിലും ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രമാകട്ടെ. നമുക്ക് കുറിവാക്യമായിട്ട് യഹസ്കേൽ പ്രവചനം 22-ാം അധ്യായത്തിൻ്റെ 17-18 അതിൻ്റെ 30-31 വാക്യം നമുക്ക് വായിക്കാം. യഹസ്കേൽ 22-ാം അധ്യായത്തിൻ്റെ ഇവിടെ സ്വർഗത്തിലെ ദൈവം ഒരു പുരുഷനെ അന്വേഷിച്ചത് ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഒരു പുരുഷനെ അവൻ അന്വേഷിച്ചപ്പോൾ എന്ത് കിട്ടിയില്ല? ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവം തന്നെ ക്രോധാഗ്നി എന്ത് ചെയ്തു? അവിടെ ചൊരിഞ്ഞ് അവരെ ശിക്ഷയുടെ തീച്ചോടുകൂടി കടത്തിവിട്ടതിനെ കുറിച്ചാണ് വായിക്കപ്പെടാൻ തീർന്നത്. യഹസ്കേൽ പ്രവചനം നാം പഠിക്കുമ്പോൾ കെബാർ നദീ തീരത്ത് വെച്ചാണ് ഈ പ്രവചനം അരുളപ്പാട് യഹസ്കേൽ ദിവ്യ ദർശനം കെബാർ നദീ തീരത്ത് കാണുകയാണ്. യഹസ്കേലിന്റെ അടിമയായി പോയത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തെ 3 ഘട്ടമായിട്ടാണ് ബാബിലോണിലേക്ക് അടിമയായി കൊണ്ടുപോയത്. അത് 2ാമത്തെ ഘട്ടം യഹോവയാഖീൻ എന്ന രാജാവിന്റെ കാലഘട്ടം. 2ാം ഘട്ടത്തിൽ നെബൂഖദ്നേസർ അടിമയായി കൊണ്ടുപോയ കൂട്ടത്തിലാണ് പുരോഹിത കുടുംബത്തിൽപ്പെട്ട യഹസ്കേൽ അടിമയായിട്ട് ബാബിലോണിലേക്ക് പോയത്. അത് BC 597-ലാണ്. യഹസ്കേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ശക്തിപ്പെടുത്തും അതാണ് അർത്ഥം. യഹസ്കേൽ വാക്കിന്റെ അർത്ഥം ദൈവം ശക്തിപ്പെടുത്തും. അങ്ങനെ യഹസ്കേൽ ദിവ്യ ദർശനം കണ്ടിട്ട്
അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് 2-ാം അധ്യായത്തില് നമുക്ക് വായിക്കാൻ കഴിയുന്നത് പ്രകാരമാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ അയക്കാൻ പോകണം. മനുഷ്യപുത്ര എന്ന് വിളിച്ചു പറയുന്നത് എങ്ങനെയാണ്? ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് നിവർന്നു നിൽക്കാൻ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കൽപ്പിച്ചു. അവൻ സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കലാണ് ഞാൻ നിന്നെ അയക്കുന്നത്. അവരും അവരുടെ പിതാക്കന്മാരും ഇന്ന് വരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നുവല്ലോ. ഈ ജനത്തിന്റെ നടുവിലേക്കാണ് പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരെ അയച്ചിരിക്കുന്നത്? യെഹെസ്കേലിനെ അയച്ചിരിക്കുന്നത്. ഇനി പ്രവാചകന്മാരുടെ ഗണത്തില് 2 പ്രവാചകന്മാർ മാത്രമേ പൗരോഹിത്യ കുടുംബത്തിൽ നിന്ന് പ്രവാചക ശുശ്രൂഷയ്ക്ക് അയച്ചിട്ടുള്ളൂ. ഒന്ന് യെരമ്യാവാണ്. ഒരു പൗരോഹിത്യ കുടുംബത്തിൽ അവനെ വിളിച്ച് വേർതിരിച്ചു. 2 യെഹെസ്കേലാണ് പൗരോഹിത്യ കുടുംബത്തിൽ നിന്ന് ശുശ്രൂഷയ്ക്ക് വന്നത്. ഈ യെഹെസ്കേലെ ശുശ്രൂഷിക്കുന്ന ജനത്തിന്റെ അവസ്ഥയെ കുറിച്ച് 2-ാം അധ്യായത്തിൽ പറഞ്ഞത്, അവരുടെ പിതാക്കന്മാരും എല്ലാവരും ഇന്ന് വരെ എന്ത് ചെയ്യുന്നു? എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. പിതാക്കന്മാർ മാത്രം. അടുത്ത ഭാഗം എന്താണ്? മക്കളോ ധാർഷ്ട്യവും ദുശാഠ്യവും ഉള്ളവരത്രേ, അവരുടെ അടുക്കലേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത്. ഇതിൽ 5-ാം വാക്യം പറയുന്നത്, ഈ ജനത്തിന്റെ അടുത്ത് ചെന്നിട്ട് നീ എന്ത് പറയണം? എന്റെ ആലോചന നീ പറയണം. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗ്രഹമല്ലോ, തങ്ങളുടെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെന്ന് അവർ അറിയണം. ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്ന പ്രവാചകന്മാർ അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും അത് ദൈവം പറയുന്നത് പറവാൻ തൻ്റെ ഇടമുള്ള പ്രവാചകന്മാരായിരിക്കണം. ദൈവസ്തോത്രം. അങ്ങനെ പ്രവാചക കുഞ്ഞുങ്ങൾക്കായി പകരം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയുണ്ടായി. ദൈവസ്തോത്രം. എന്നിട്ട് അടുത്ത് പറയുന്നത് 6-ാം വാക്യം, നീയോ മനുഷ്യപുത്ര, അവരെ പേടിക്കരുത്. പറക്കാരെയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത്. അവർ ആരാണ്? മത്സരഗ്രഹമല്ലോ. ഇത് അടുത്ത വാക്യത്തിൽ വായിക്കുന്ന അവർ മഹാമത്സരികൾ എന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും അവരോട് പറയുകയാണ്. 5-ാം വാക്യം, അവ്യക്ത വാക്കും കനത്ത നാവുള്ള ജാതിയുടെ അടുക്കലല്ല, ഇസ്രായേൽ ഗ്രഹത്തിന്റെ അടുക്കലത്ര നിന്നെ ഞാൻ അയക്കുന്നത്. അവ്യക്ത വാക്കും കനത്ത നാവുള്ളതായും നിനക്ക് വാക്ക് ഗ്രഹിച്ചുകൂടാതെ അനേക ജാതിയുടെ അടുക്കലേക്കല്ല, അവരുടെ അടുക്കൽ ഞാൻ നിന്നെ അയച്ചെങ്കിൽ അവർ നിന്റെ വാക്ക് എന്ത് ചെയ്യുമായിരുന്നു? കേൾക്കുമായിരുന്നു. പക്ഷെ ഈ ജനതയെ പറഞ്ഞത്, അവർ എന്റെ വാക്ക് കേൾപ്പാൻ മനസ്സില്ലല്ലോ. ഇസ്രായേൽ ഗ്രഹമോ അവർ കേൾക്കില്ല, അവർക്ക് മനസ്സില്ലല്ലോ. ഇസ്രായേൽ ഗ്രഹമൊക്കെയും കടുത്ത നെറ്റിയുള്ളവരും കഠിന ഹൃദയം ഉള്ളവരത്രേ. നീ എത്ര പ്രസംഗിച്ചാലും കഠിനമാണ്. കടുത്ത നെറ്റിയും കഠിന ഹൃദയമുള്ളവരാണ്. ഈ ഹൃദയം ഒന്ന് തകർക്കണം. പാറയെ തകർക്കുന്ന ചുറ്റിയ ദൈവജനം ചെന്നാലും കേട്ട് 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 തണുപ്പിച്ചിരിക്കുക. ഏകദേശം 10-40 വർഷമായി ഈ സഭ ആരംഭിച്ചിട്ട്. അന്ന് മുതൽ വിശ്വാസത്തോടെ കാണാം. എത്ര പ്രസംഗം കേട്ടിരിക്കുന്നു, എത്ര ആലോചന കേട്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ ഹൃദയം തകരുന്നുണ്ടോ? വചനത്തിൽ നമ്മളെ അലിയുന്നുണ്ടോ? വചനം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് രാധികാരം ചിന്തിക്കണം. ദൈവ സ്തോത്രം. ഇതിനടുത്ത പദം പറയുന്നത്, അങ്ങനെയുള്ള മനുഷ്യരുടെ അടുക്കൽ പോകുമ്പോൾ എന്നാൽ ഞാൻ നിന്റെ മുഖം അവരുടെ മുഖത്ത് നേരെ കഠിനവും നിന്റെ നെറ്റി അവരുടെ നെറ്റിക്ക് നേരെ കടുപ്പമാക്കിയിരിക്കുന്നു. നീ പേടിക്കേണ്ട. അവർക്ക് കടുത്ത നെറ്റിയും കഠിന ഹൃദയം ഉണ്ടെങ്കിൽ നിന്റെ നെറ്റിയെ ഞാൻ പറവാൻ കഠിനമാക്കും. ഞാൻ നിന്റെ നെറ്റി തീക്കലിനേക്കാൾ കടുപ്പമുള്ളതും വജ്രം പോലെയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നീ പേടിക്കാതെ പറഞ്ഞിരിക്കുക. ദൈവദാസന്മാർ ദൈവജനം പറയുമ്പോൾ മുമ്പിലേക്ക് ജനത്തെ പേടിക്കേണ്ട കാര്യമില്ല. സഭാ പാസ്റ്റർ ജനത്തെ ഉപദേശിക്കുമ്പോൾ ജനത്തെ പേടിക്കേണ്ട കാര്യമില്ല. ദൈവം തന്ന വചനം അതുപോലെ തന്നെ പ്രസ്താവിപ്പാൻ അവരെ ബാധ്യസ്ഥരാണ്. എന്നിട്ട് ആ 3-ാം അധ്യായത്തോട് വരുമ്പോൾ അവരോട് പറഞ്ഞു, നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ കാവൽക്കാരൻ ആക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട്
അതിന്റെ അവസാനത്തെ പാരഗ്രാഫ് വരുമ്പോൾ അവൻ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ കെവാന്നാലിൽ കണ്ട മഹത്വം പോലെ അവിടെ യഹോവയുടെ മഹത്വം നിൽക്കുന്നു കണ്ടു. അപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി എന്നോട് സംസാരിച്ചു, നീ ചെന്ന് നിന്റെ വീട്ടിനകത്ത് കടകടച്ച് ശക്തമായ ആലോചന പറഞ്ഞ് ഈ കഠിന ഹൃദയമാൻ മനസ്സറിയുന്നില്ല, കഠിന തെറ്റുള്ളവരാ. നീ മനുഷ്യൻ നിനക്ക് ക്ഷീണമുണ്ടാകും. അപ്പൊ ഇവിടെ പറയാം, നീ ചെന്ന് വീട്ടിനകത്ത് എന്ത് ചെയ്യണം, കടകടച്ച് പാർക്കാൻ പറഞ്ഞു. എന്നാൽ മനുഷ്യപുത്ര നിനക്ക് അവിടെ ഇടയിൽ പെരുമാറാൻ കഴിയാതെ വണ്ണം അവൻ നിന്നെ എന്ത് ചെയ്യും, കയറുകൊണ്ട് കെട്ടും. നീ ഊമനായി അവർക്ക് ശാസകനായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ നാവിനെ നിന്റെ അണ്ണാക്കോട് പറ്റുമാറാക്കും. ഈ ജനം നിന്റെ നേരെ വരുമ്പോൾ നീ അവരോട് സംസാരിച്ചാൽ നിന്റെ വാക്കുകൊണ്ട് പലർക്കും മുറിപ്പാടുണ്ടാകും. അതുകൊണ്ട് ഒരു അല്പസമയത്ത് നിന്റെ നാക്കിനെ ഞാൻ ബന്ധിക്കും, നീ മിണ്ടാതിരുന്നാൽ മതി. സമയം വരുമ്പോൾ നിന്റെ നാക്കിനെ ഞാൻ എന്താണ് ചലിപ്പിക്കും എന്ന് പറഞ്ഞു. അതിന് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ഈ യെഹൂദയോട് പറയാണ്, പിന്നെ നീ ഇടത്തുവശം ചെരിഞ്ഞു കിടന്ന ഇസ്രായേലിന്റെ അകൃത്യം അവരുടെ മേൽ ചുമത്തുക. നീ ആ വശം കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തോളം അവിടെ അകൃത്യം വഹിക്കണം. ഇസ്രായേലിന് മുഴുവൻ അകൃത്യം വഹിച്ചോട് നീ ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന 5-ാം വാക്യത്തില് ഞാൻ അവരുടെ അകൃത്യത്തിന്റെ സംവത്സരം നിനക്ക് ദിവസമായി എണ്ണം. അങ്ങനെ 390 ദിവസം. ഓക്കെ, ശിശുവിടെ കാട്ടിൽ നോക്കുക. ഈ മത്സര ഗ്രഹത്തോട്, ദ്രാഷ്ട്യമുള്ള മക്കളത്തോട്, ദുശാഠ്യമുള്ള ജനത്തോട് ശുശ്രൂഷിപ്പാൻ പോയപ്പോൾ ഇവർ കഠിന ഹൃദയന്മാരായപ്പോൾ കടകടത്ത് വീട്ടിൽ പാർക്കാൻ പറഞ്ഞു. അല്പനാളത്തെ ഊമധരിക്കാൻ പറഞ്ഞിട്ട് നീ എന്തെങ്കിലും ഇസ്രായേൽ ജനത്തിന്റെ പാപത്തെ നീ ഏറ്റെടുത്തോണ്ട് ഇടതുവശം ചെരിഞ്ഞു കിടക്കണം. അത് ഒരു സംവത്സരം ഒരു ദിവസം എന്ന വണ്ണം 390 ദിവസം. എത്ര കഠിനമായ പാപം അവരെ. അങ്ങനെ 390 ഇസ്രായേൽ ജനത്തിന് പാപം വഹിച്ച് കിടന്നു. അങ്ങനെ വായിക്കുമ്പോൾ നീ വലത്തുവശം ചെരിഞ്ഞു കിടന്ന് യഹൂദ ജനത്തിനാദ്യം 40 ദിവസം വഹിക്കണം. അപ്പൊ ഇസ്രായേൽ ഏറ്റവും അധികം പാപം ചെയ്തു, യഹൂദ അത്രയും പാപം ചെയ്തില്ല. അപ്പൊ യഹൂദനെ പാപം വഹിച്ചു എന്ത് ചെയ്യണം, 390 ദിവസം ഇസ്രായേലിന്റെ പാപം വെച്ച് ഇടതുവശം ചെരിഞ്ഞ് വഹിച്ച് പ്രാർത്ഥിക്കണം. യഹൂദയ്ക്ക് വേണ്ടി 40 ദിവസം നീ കിടക്കണം. ഇങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ കാഠിന്യ ഹൃദയമുള്ള ജനത്തിന്റെ നടുവിലെ ശുശ്രൂഷയാണ് ആരേറ്റെടുത്തത്, ഈ യെഹെസ്കേല് ഏറ്റെടുത്തത്. അങ്ങനെ തന്നെ ശിശുവിന്റെ നടപടിയായി നിവർത്തിച്ചു വന്ന് താന് 22-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഈ ജനത്തിന്റെ ഏകദേശം 16 കൂട്ടം പാപത്തെ കുറിച്ച് ഈ 22-ാം അധ്യായത്തില് അക്കമിട്ട് പറഞ്ഞിരിക്കുക. ഇസ്രായേൽ ജനത്തിന്റെ 16 കൂട്ടം പാപം, ഈ ഇസ്രായേൽ ജനത്തിന്റെ പാപത്തെ കുറിച്ച് ഈ 22-ാം അധ്യായത്തില് അക്കമിട്ട് പറഞ്ഞിരിക്കുക. ആ പാപങ്ങൾ എന്താണെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എനിക്ക് പ്രസംഗം സമയം കുറവുള്ളതോടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് 6 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, ഇസ്രായേൽ പ്രഭുക്കന്മാർ ഓരോരുത്തരും തന്നാൽ കഴിയുന്നിടത്തോളം രക്തം ചൊല്ലി. ഇസ്രായേൽ എന്നാണ് ഒന്നാമത്തെ ഒരു പാപം. അവരുടെ ഇടയില് അവർ രക്തം ചൊരിയുന്നു. അടുത്ത 2-ാമത്തെ പാപം, നിന്റെ മധ്യേ അവർ അപ്പനെയും അമ്മയെ എന്ത് ചെയ്യുന്നു, പുച്ഛിക്കുന്നു. നിന്റെ മധ്യേ അവർ എന്ത് ചെയ്യുന്നു, അപ്പനെയും അമ്മയും പുച്ഛിക്കുന്നു. ഇന്നിവിടെ നമുക്കെല്ലാവർക്കും മാതാപിതാക്കൾ, ചില മാതാപിതാക്കൾ മരിച്ചുപോയി, നമുക്ക് മക്കളുണ്ട്. ഇവിടെ മാതാപിതാക്കളുള്ള എല്ലാ വ്യക്തികളോടും ഒരു ആലോചന ഞാൻ പറയാ. എഫേസ്യർ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു പദമുണ്ട്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ ഉചിതമാവണം എന്ത് ചെയ്യണം, അനുസരിക്കണം. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഇത് വാഗ്ദത്തത്തോടു കൂടിയൊരു കൽപ്പനയാണ്. എന്താ വാഗ്ദത്തം? നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കേണ്ടതിന്, അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വിദ്യാഭ്യാസ തടസ്സമായിട്ട് വിദ്യാഭ്യാസം ഉയർന്നവരല്ലായിരിക്കാം. വിദ്യാഭ്യാസം, എനിക്ക് 10-ാം ക്ലാസ് വിദ്യാഭ്യാസം എൻ്റെ വൈഫിന് അത്രയേ ഉള്ളൂ. എൻ്റെ മക്കൾക്ക് എന്നേക്കാൾ വിദ്യാഭ്യാസമുണ്ട്. അവർ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം ഉയർത്തിയിരിക്കുന്നെങ്കിലും
എന്റെ അറിവിൽ അവർ നോക്കുമ്പോൾ എന്തുണ്ടാവും? ചില കുറവുകളൊക്കെ, വിദ്യാഭ്യാസത്തിന്റെ കുറവുകൾ കാണാം. പക്ഷേ ഞാൻ ആരാ? അവർ ജനിപ്പിച്ച് വളർത്തിയ പിതാവാണ്, ജനിപ്പിച്ച് വളർത്തിയ മാതാവാണ്. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം? അമ്മയപ്പന്മാരെ അനുസരിക്കണം. ദൂത നമുക്ക് നല്ല ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്, സ്വയംപര്യാപ്തിയൊക്കെയാണെങ്കിൽ തന്നെ നമ്മുടെ അപ്പനമാർക്ക് കഴിവില്ലെങ്കിലും കുറഞ്ഞാലും നിങ്ങൾ എന്തിനാ അവരെ ബഹുമാനിക്കണം, അവരെ മാനിക്കണം. മാനിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? ദീർഘായുസ് ഉണ്ടാകും. എന്നിട്ട് അമ്മയമ്മമാർക്കും കൊടുത്തൊരു ദൂതുണ്ട്. നിങ്ങളെ മക്കളെ കോപിപ്പിക്കാതെ അവരെന്ത് ചെയ്യണം? ശാസിക്കണം. ഇത് രണ്ടും ഒരേ ത്രാസിന്റെ ബാലൻസ് കീപ്പ് ചെയ്ത് പോയാലേ നല്ല കുടുംബം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അമ്മയപ്പന്മാരെ മാത്രമല്ല, നമ്മുടെ ഗുരുകുലന്മാരെ നമ്മൾ ബഹുമാനിക്കണം. നമ്മേക്കാൾ പ്രായമുള്ള വ്യക്തിയെ കണ്ടാൽ ഏത് മനുഷ്യനും അവരെ ബഹുമാനിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ ബഹുമാനിക്കണം. പെന്തക്കോസ്ത് കോളേജിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. എപ്പിസ്കോപ്പൽ സഭയിലെ വീട്ടിൽ നിന്ന് ഒരു അച്ഛൻ പട്ടം പഠിച്ച് ഒരു 22 വയസ്സുള്ള ഒരു അച്ഛൻ, അല്ലെങ്കിൽ 23 വയസ്സുള്ള അച്ഛൻ, അവന്റെ ഔദ്യോഗിക വസ്ത്രം കുപ്പായിട്ട് ആ സ്ഥാനവസ്ത്രം ഏറ്റ് വീട്ടിൽ വന്നാൽ 90 വയസ്സുള്ള അപ്പനായാലും ഈ കുപ്പായിട്ട് വരുന്ന അപ്പൻ ആ ചാരിക സൈഡ് എഴുന്നേറ്റ് നിന്നിട്ട് അച്ചോ എന്ന് വിളിക്കും. അവനെ വല്യപ്പൻ 90 വയസ്സുള്ള അപ്പൻ. പക്ഷേ ആ കുപ്പായത്തിന്റെ വില എന്ത് ചെയ്യുന്നറിയാമോ? അത് ബഹുമാനിക്കുന്നു. പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ എന്തെങ്കിലും ബഹുമാനം കൊടുക്കുന്ന സഭാചാരങ്ങൾ കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് രാത്രിയുടെ ആവുമ്പോൾ കണ്ണീരൊക്കെ പ്രാർത്ഥന ആ ഒരു പരിഗണനയിലും കൊടുക്കണം കേട്ടോ. ദൈവത്തിന്റെ സ്തോത്രം. ആ ബഹുമാനം ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അവിടെ നിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നില്ല. അവരടുത്ത പാപത്തെ കുറിച്ച് വായിക്കുന്നവയാണ്. നിന്റെ മധ്യേ അവർ പരദേശിയെ എന്ത് ചെയ്യുന്നു? പീഡിപ്പിക്കുന്നു. പരദേശിയെ കുറിച്ച് ഇതിന്റെ പകൽക്കാലം സവിസ്തരമായി ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞതുകൊണ്ട് അവിടെ ഞാൻ വിവരിപ്പാടക്കണം ആഗ്രഹിക്കുന്നില്ല. അടുത്തത് അനാഥരെ വിധവമാരെയും എന്ത് ചെയ്യുന്നു? ഉപദ്രവിക്കുക. അത് ഞാൻ പകൽ പറഞ്ഞുകൊണ്ട് വിവരിക്കുന്നില്ല. അടുത്തത് നിങ്ങളുടെ വിശുദ്ധ വസ്തുക്കളെ ധിക്കരിച്ച് ശബത്തുകളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അശുദ്ധമാക്കുക. അത് ഞാൻ പകൽ പറഞ്ഞു. രക്തം ചൊരിയുന്നതിന് ഏഷണി പറയുന്നവർ, അത് പകൽ ഞാൻ പറഞ്ഞില്ല. സഭയ്ക്കകത്ത് പ്രശ്നത്തിന്റെ കാരണം ഒരിടത്ത് കേട്ടാൽ ആ കാര്യം എന്താണ് ഉടനെ ഇപ്പോഴത്തെ ആധുനിക സജ്ജീകരണം അനുസരിച്ച് ടെസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യും? അല്ലെങ്കിൽ നല്ല ആരും അറിയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചർച്ചയിൽ ചെന്ന് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നല്ല പ്രസംഗം, ഇംഗ്ലീഷ് പ്രസംഗം, നല്ല യുവാക്കൾക്ക് ഒരു പാസ്റ്റർ പ്രസംഗം, തീപ്പരി പ്രസംഗം എല്ലാം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വാക്യം വായിച്ചപ്പോൾ ആ വാക്യത്തിൽ നിന്നുകൊണ്ട് അത് ഏത് പഠിക്കാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കി. യുവാക്കന്മാർക്ക് വേണ്ടിയാണ് ഇംഗ്ലീഷിൽ പ്രസംഗം നടക്കുന്നത്. പക്ഷെ മുമ്പിൽ ഇരിക്കുന്ന 8-10 പെൺപിള്ളാരും 8-10 ആൺപിള്ളാരും എന്ത് അറിയോ? അവർ മൊബൈലിൽ കൂടെ ടെസ്റ്റ് ഇവിടുന്ന് അപ്പുറത്തോട്ട് അയക്കുന്നു, അവിടെ നിങ്ങോട്ട് അയക്കുന്നു, അങ്ങോട്ട് നോക്കി ചിരിക്കുക. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഏഷണി പറയുന്ന അവസ്ഥ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്യാപ്പാണ്. ഞാനിപ്പോ ഇവിടുത്തെ ജേക്കബ് പാഷോട് വിളിക്കുന്ന അച്ചായനോട് എന്റെ അനിമാരെ കുറിച്ചൊരു കാര്യം പറഞ്ഞിരിക്കട്ടെ. നിങ്ങളുടെ കാര്യം വേണ്ട, എന്റെ മോൻ ഇങ്ങനെയാണ്, എന്നെ അനുസരിക്കുന്നില്ല, അത് പറഞ്ഞിരിക്കട്ടെ. ജേക്കബ് പാഷ എന്ത് പറയുമോ? അത് അടുത്ത അസിസ്റ്റന്റ് പാഷോട് പറയും, അടക്കം അതിന്റെ അപ്പുറത്തെ അച്ഛനോട് പറയും. 10 പേരോട് പറഞ്ഞു തരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യമല്ല 10ാമത് എഴുതി കേൾക്കുന്നത് വേറെ ആയിരിക്കും. ഇങ്ങനെയാണ് സഭയിൽ ഏഷണികൾ സംബന്ധിച്ച് കുശുകുശുപ്പ് നടത്തിക്കൊണ്ട് സഭയുടെ വിഷയം ഉണ്ടാക്കുന്നത്. അതിന്റെ പുറകിൽ പാർശ്വമായി 21 ഇരിക്കണം, 40 ഇരിക്കണം, 14 ഇരിക്കണം, ഈ രീതിക്ക് ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സഭയുടെ ആളുകള് എന്ത് ചെയ്യുന്നല്ലോ? അവര് ഏഷണി പറയുന്നവരാണ്. അത് മാത്രമല്ല വിഗ്രഹാർപ്പിതം അവർ ഭക്ഷിക്കുന്നു, പൂജാകിരുന്ന ഭക്ഷണം അവർ കഴിക്കുന്നു. അത് മാത്രമല്ല ദുഷ്കർമ്മം അവർ പ്രവർത്തിക്കുന്നു. അതിനൊക്കെ വലിയ കാര്യം അപ്പന്റെ നഗ്നത അവർ ചെയ്തു അനാവൃതമാക്കുന്നു. അപ്പന്റെ നഗ്നത അനാവൃതമാക്കുന്നു. അതിനൊക്കെ വലിയ പാപം. ഋതുമാലിന്യത്തിലിരിക്കുന്നവളെ എന്ത് ചെയ്യുന്നു? വഷളാക്കുന്നു. ഞാൻ വിശദീകരിക്കാണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, വീട്ടിൽ ചെന്ന് വായിക്കുക. ഋതുമാലിന്യത്തിലിരിക്കുന്നവളെ എന്ത് ചെയ്യുന്നു? വഷളാക്കുന്നു. ഒരുത്തൻ തന്റെ കൂട്ടുകാരുടെ ഭാര്യമായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. മറ്റൊരു തരം മരുമകളുടെ മേൽ ദുർമര്യാദ പ്രവർത്തിക്കുന്നു. മറ്റൊരുത്തിന് നിന്നിൽ തന്നെ വെച്ച്
അപ്പന്റെ മകളായ സഹോദരിയെ എന്ത് ചെയ്യുന്നു? വഷളാക്കുന്നു. ഓക്കെ, എന്തോരം വലിയ പാപമാണ്. മാത്രമല്ല ചിലത് എത്രയോ കൈക്കൂലി വാങ്ങുന്നു, ചിലർ പലിശയും ലാഭം ഉണ്ടാക്കുന്നു, കൂട്ടുകാരെ ഞെരുക്കുന്നു, സമ്പാദ്യം ഉണ്ടാക്കാൻ ഈ വക പ്രക്രിയ നടത്തുന്ന ഏകദേശം 16 കൂട്ടം പാപമാണ് ആരെ കുറിക്കുന്നത്? ഇസ്രായേൽ ജനത നടുവിൽ നിൽക്കുന്നത്. ഈ പാപം ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയത്തില്ല. ദൈവം എന്ത് ചെയ്തു? ഇവരെ നശിപ്പിക്കേണ്ടതിനെ കരം ഉയർത്തുമ്പോൾ ദൈവം മഹാകനിയുള്ളവരും കരുണയുള്ളവരാകിയാൽ ഇവരെ വിടുവിക്കേണ്ടതിന് ചോയ്സ് വെച്ചു കൊടുക്കുക. ഈ പാപത്തിന് ന്യായവിധി രക്ഷിക്കേണ്ടതിന് അവരെന്ത് ചെയ്യണം? ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ വെക്കണം. ഒരു പുരുഷനെ അവരെന്ത് ചെയ്യുന്നു? അന്വേഷിച്ചു. അതെ, 22:14 ബാക്കി വായിച്ചേ. 22:14. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതേ വചനം പ്രസംഗിക്കുന്ന എന്നോട് ചോദിക്കുക. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തുള്ള വാളാണ്. അപ്പൊ ഇവിടെ പറയാം, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? അടുത്തത്, നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാനത് അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഈ ജനത്തെ കുറിച്ച് കർത്താവ് ദുഃഖത്തോടെ പറയുന്ന പദമാണ് 17-18 വാക്യം വെച്ച്. 17-18. ഇസ്രായേൽ മക്കൾ എനിക്ക് കിട്ടമായിരിക്കും, കീടമല്ല കിട്ടമായിരിക്കുന്നു. അടുത്തത്, കരുത്തിയും ഇരുമ്പും കരുത്തിയും തന്നെ. കിട്ടമായിരുന്നു. ഇംഗ്ലീഷ് ഭാഷാന്തരത്തില് നല്ല ഭാഷയായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറയാറുണ്ട്, വേദോസ്തം വായിക്കാൻ ശീലം കിട്ടുന്നെങ്കിൽ നിങ്ങൾ ഈ പേരിലുള്ള കുടുംബത്തിലെ പേര് പറയുന്ന ഈ പേരുകളെ ഗോത്രങ്ങളുടെ മക്കളെ പേര് വായിക്കുന്ന ചില അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങൾ ഒരു 10 പ്രാവശ്യം വായിച്ചാൽ ഏത് വിക്കന്റെ നാവും നല്ല രീതി വരും. ഏത് കട്ടിയായ ഭാഷയും സംസാരിപ്പാൻ ആ പേർ വഴി വായിച്ചാൽ മതി. അത്രയ്ക്ക് മനോഹരമായ പേരാണ്. അപ്പോൾ അങ്ങനെ ആ വായിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ് കിട്ട മുതൽ കീടമായി തിന്നതും ഈ അവസരത്തിലേക്ക് പോകുന്നത്. മോളെ നാട്ടിൽ പഠിച്ച, പക്ഷെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചായിരിക്കും. സോറി, ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം. നമ്മൾ ഇത് വായിക്കുമ്പോൾ സ്ഫുടത നമുക്ക് വേണം. ഇംഗ്ലീഷിലാണെങ്കിൽ അത് പറയാൻ എനിക്കറിയത്തില്ല, എനിക്ക് മലയാളം അറിയത്തുള്ളൂ. അപ്പൊ ഈ ജനത്തെ കുറിച്ച് പറയുന്നത്, ഇസ്രായേൽ ഗ്രഹം എനിക്ക് കിട്ടമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ വാഹനം ഓടിക്കുന്നവരാണല്ലോ. വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തിന് എന്തറിയോ, ഇവിടുത്തെ പഠിക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ പഠിക്കുക അംബാസഡർ പഠിക്കുന്നുണ്ട്, ഗ്രീസിങ് ചെയ്യണം. ആ ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ ആ ഗ്രീസ് അരഞ്ഞു കഴിഞ്ഞാൽ അത് കറുത്ത ഗ്രീസായിട്ട് വരും. അത് മാറുന്നില്ലെങ്കിൽ വണ്ടിയുടെ ബെയറിംഗ് പോകും, വണ്ടിയുടെ സ്മൂത്ത്നെസ് നശിപ്പിക്കും. അപ്പോൾ എന്താ പറയുക, ഗ്രീസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ അരഞ്ഞ ആ ഗ്രീസിനെ മാറ്റിയിട്ട് പുതിയ ഗ്രീസ് ഇടണം എന്നത് പോലെയാണ് ഇസ്രായേൽ ഗ്രഹം എന്താണ് കിട്ടമായിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഓയിൽ ചേഞ്ച് നടത്തണം. 5000 കിലോമീറ്റർ 10000 കിലോമീറ്റർ ഓയിൽ ചേഞ്ച് നടത്തണം. ഓയിൽ ചേഞ്ച് നടത്തിയെങ്കിൽ മാത്രമേ ആ വണ്ടി സ്മൂത്ത് ആയിട്ട് കമ്പനി പറയുന്ന പോലെ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഞാൻ ചെയ്യുന്നില്ല. ഈ വണ്ടി ഓടുന്നിടത്തോളം ഓടിക്കണം പറഞ്ഞാൽ നിന്റെ വഴിയാത്രി ഏതെങ്കിലും സ്ഥലത്ത് മധ്യത്തിൽ കിടക്കുക പോലീസിനെ പിടിച്ചോളൂ. എന്തുകൊണ്ട്? ഓയിൽ മാറിയില്ലെങ്കിൽ ആ ഓയില് കരി ഓയില് അതിന്റെ പിസ്റ്റനെ കയറി ആ ഹെഡിൽ വന്ന് കരിയായി തീർന്ന് അത് പുകപടലം ഉണ്ടാക്കി എഞ്ചിൻ സ്റ്റക്കായി നിന്ന് പോകും. എന്നത് പോലെയാണ് ഇസ്രായേൽ ദൈവത്തിന് മുമ്പിൽ എന്തായിരുന്നു കിട്ടമായി തീർന്നിരിക്കുന്നു. ഓക്കെ, ആ അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചേർന്നിരിക്കുക. എന്നിട്ട് ഈ അവസ്ഥ കണ്ടപ്പോൾ ദൈവത്തിന്റെ കോപം എന്ത് ചെയ്തറിയാമോ? ഇവരെ ശിക്ഷിപ്പാന്റെ കോണം കരം ഉയർത്തി ദൈവം അവരെ ശിക്ഷിക്കാൻ പോവുകയാണ്. പോകുന്ന സമയത്ത് അത് 20-ാം വാക്യം വായിച്ചേ. വെള്ളിയും താമരവും ഇരുമ്പും കറുത്തയും വെളുത്തയും ഉലയുടെ തലയിട്ട് ഊതി ഉരുക്കുന്നത് പോലെ ഞാൻ എന്റെ കോപത്തിലും എന്റെ ക്രോധത്തിലും നിങ്ങളെ കൂട്ടി ഉരുക്കും.
ഞാൻ നിങ്ങളെ കൂട്ടി എന്റെ ക്രോധാഗ്നിയെ നിങ്ങളെ മേൽ വരുത്തും. അങ്ങനെ നിങ്ങൾ അതിന് നടുവിൽ ഉരുകിപ്പോകും. വെള്ളിയും പൊന്നൊക്കെ ഇട്ട് തീയിലിട്ട് കൂട്ടി ഉരുക്കുന്ന പോലെ ഈ ജനത്തെ ഞാൻ എന്ത് ചെയ്യും? കൂട്ടി ഉരുക്കും. അവനെ ഞാൻ ശിക്ഷിക്കും. അവനെ ക്രോധാഗ്നിയെ കൂടെ കടത്തിവിടും. അവന്റെ ക്രോധാഗ്നി എന്ന് പറഞ്ഞാൽ അക്ഷരീയമായി തീയിട്ട് അവനെ കൂട്ടിയിരിക്കുന്ന അവസ്ഥയല്ല. ദൈവവചനം കേട്ടിട്ട് മടങ്ങി വരാതെ കഠിനഹൃദയമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവത്തിന് ചില ബാലശിക്ഷകൾ കൊടുക്കും. അത് കഴിഞ്ഞ് മടങ്ങി വന്നില്ലെങ്കിൽ ദൈവത്തിന് കരം പ്രവർത്തിക്കും. അല്ലെങ്കിൽ ദൈവം അവനെ അടിക്കും. അടിക്കുന്നത് പ്രതീക്ഷിക്കാൻ സാധിച്ചപ്പോൾ ചില തീരാത്ത രോഗങ്ങളായിരിക്കും. നമ്മൾ സ്വപ്നം കണ്ടിരിക്കും. അപ്പോഴാണ് വരുന്നു മാരകമായ ഒരു രോഗം. ആ രോഗത്തിൽ കൂടെ എന്താണ്? നിന്നെ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കും. ഇത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ കർത്താവിനെ അനുസരിച്ച് കർത്താവിന്റെ വചനം അനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം ഈ ശരീരമൊക്കെ പാപജലമാണ് അല്ലേ? ഇവിടെ ഇരിക്കുന്ന ആർക്കും രോഗമില്ലാത്ത വല്ലവരും ഉണ്ടോ? ഒന്നല്ലെങ്കിൽ മറ്റൊരു രോഗത്തിന് അടിമയല്ലവരും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മതയായിരിക്കും. പക്ഷേ ദൈവം നമ്മളെ കൂട്ടി ഉരുക്കിയാൽ പിന്നെ ഉപവസിച്ചാൽ രക്ഷപ്പെടാൻ കഴിയത്തില്ല. അതിന് മുന്നേ ഇടിവിൽ നിൽപ്പാനൊക്കെ ദൈവം പുരുഷനെ അന്വേഷിക്കുക. പുരുഷനെ അന്വേഷിച്ചപ്പോൾ അവിടെ നീ പറയാ ആരെയും കണ്ടെത്തിയില്ല എന്നാണ് വായിച്ചത്. അപ്പൊ ദൈവം എവിടെയൊക്കെ ഒരു പുരുഷനെ അന്വേഷിച്ചു എന്ന് അതേ അധ്യായത്തിൽ നിന്ന് 2-3 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിപ്പാനൊക്കെ ഞാൻ ആഗ്രഹിക്കുക. ആ അധ്യായത്തിന്റെ 26-ാം വാക്യം വായിച്ചേ. തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവരെന്റെ ശബത്തുകളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു. ജനത്തിന്റെ നടുവിൽ ഇടിവിൽ നിൽപ്പാനൊക്കെ ദൈവം ഒരു പുരുഷൻ അന്വേഷിച്ചു. അത് എവിടെയാണ് അന്വേഷിച്ചത്? ആദ്യമായിട്ട് ഞാൻ പുരോഹിതന്മാരിലേക്ക് തിരിഞ്ഞു. ജനത്തെ ദൈവാത്മകമായി വളർത്തിക്കൊണ്ടുവരുവാൻ, ജനം തെറ്റ് ചെയ്യുമ്പോൾ വചനത്താൽ അവർ ശുദ്ധീകരിച്ച് നേർവഴി കാണിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാരുടെ നടുവിൽ ഈ ജനത്തിനോട് ഇടിവിലെപ്പോൾ ഒരു പുരുഷനെ അന്വേഷിച്ചു. പക്ഷെ പുരോഹിതന്മാർ ഇവിടെ എന്താ ചെയ്യുന്നത്? പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ ചെയ്യുന്നു. ഓ, എത്ര ദുഃഖകരമായ കാര്യമാണ് നോക്കിക്കേ. സർവശക്തനായ ദൈവം ഈ മത്സരങ്ങളെ ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ്. അവരെ വിടുവിക്കേണ്ടത് ഇടിവിൽ നിൽപ്പാണെങ്കിലും ഒരു പുരുഷനെ അന്വേഷിച്ചു. ആദ്യം അന്വേഷിച്ചത് എവിടെയാണ്? ഔദ്യോഗിക സ്ഥാനത്ത് പുരോഹിത വൃദ്ധന്മാരിലേക്ക് കണ്ണോടിച്ചു. കണ്ണോടിച്ച പുരോഹിതൻ എന്താ ചെയ്യുന്നത്? അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്: പുരോഹിതന്മാർ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്തു, എന്റെ വിശുദ്ധ വസ്തുക്കളെ അവരെന്ത് ചെയ്യുന്നു? അശുദ്ധമാക്കുന്നു. എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. എന്ന അടുത്ത പദം, അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. ദൈവസഭയിൽ വിശുദ്ധം എന്താണെന്നും അശുദ്ധം എന്താണെന്നും ജനത്തിന് അറിയില്ലെങ്കിൽ അവരെ നേർവഴി കാണിച്ചുകൊണ്ട് പുരോഹിതൻ എന്ത് ചെയ്തില്ല? ന്യായപ്രമാണത്തോടെ ദ്രോഹം ചെയ്തിട്ട് അവർ പുരോഹിതന്മാർ അവർ ശുദ്ധവും അശുദ്ധവും വേർതിരിക്കാതെ ജനത്തെ നയിക്കുന്ന കള്ള പുരോഹിതൻ. എത്ര ദുഃഖകരമായ കാര്യമാണത്. അടുത്ത നോക്കിയേ, മലിനവും നിർമ്മലവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല. യുവതലമുറയ്ക്ക് തെറ്റാതെ അറിയുന്നില്ല, വചനവർക്ക് അറിയുന്നില്ല. അവർ എന്തെങ്കിലും കോപ്പറാട്ടി കാണിച്ച് വന്നാൽ അത് മകനെ ആ ദൈവവചന പ്രകാരം വിശുദ്ധമല്ല, അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട പകരമായിട്ട് അത് തിരിച്ചു കൊടുക്കുന്നില്ല. ആ യവനക്കാരെ സഭയിൽ കൂട്ടുവാനും അവർ സ്തോത്രാഴ്ച മേടിപ്പാനും അവർ ദശാംശം മേടിപ്പാനും എന്ത് ചെയ്യുന്നറിയാമോ? അവർ തെറ്റിനെ തിരിച്ചേറ്റാൻ പോകും. പുരോഹിത ചെയ്ത ശിക്ഷയാണ് നിർമ്മലമേതാണ് അനിർമ്മലമേതാണ് എന്ന് അവൻ മനസ്സിലാക്കേണ്ടത്. അത് തിരിച്ചു കൊടുക്കുന്നില്ല, അതിൽ കൂട്ടി നിൽക്കുക ചെയ്യുന്നത്. അടുത്ത വാക്യം എന്താണ്? എന്റെ ശബത്തുകളെ നോക്കാതെ അവരെന്ത് ചെയ്തു? എന്റെ കണ്ണുകൾ എന്ത് ചെയ്തു? മറച്ചു കളഞ്ഞു. അവിടെ 20-ാം വാക്യം തന്നെയാണ്. അപ്പൊ അവർ ശബത്തുകൾ എന്ത് ചെയ്യുന്നു? നോക്കാതെ മറച്ചു കളഞ്ഞു. ഒന്നുണ്ട് വാക്യം
യിരെമ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം 31-ാം വാക്യം. വിസ്മയവും ഭയങ്കരമായ ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പ്രവാചകൻ വന്ന വ്യാജമായി പ്രവചിക്കുമ്പോൾ പ്രവാചക വ്യാജമായ പ്രവർത്തനത്തെ തിരുത്തേണ്ട പുരോഹിതൻ എന്ത് ചെയ്യുന്നു? അവരോട് കൂട്ടുനിന്ന് അനുകൂലപ്പെടുന്നു. അടുത്തത്, കേൾക്കുന്ന ജനത്തിന് ഇഷ്ടം. പ്രവാചകൻ വ്യാജം പ്രവചിക്കുന്നു, പുരോഹിതൻ അതെന്ത് ചെയ്യുന്നു? കൂട്ടു നിൽക്കുന്നു. പക്ഷെ കേൾക്കുന്ന ജനത്തിന് കൊള്ളാം, ഇത് നല്ല അടിപൊളി പ്രസംഗമായിരുന്നു, ശരിയല്ലേ? ഞാൻ ഇതിനെ എന്ത് ചെയ്യില്ല, തിരുത്തിയില്ല. ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ വസ്ത്രത്തിന് അഭംഗിയെ കുറിച്ച് തെറ്റിദ്ധരിച്ചില്ല. എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന അശുദ്ധമായ ചില പ്രവർത്തനത്തെ കുറിച്ച് ബോധം വരുത്തിയില്ല. ജനത്തിന് അതെന്ത് ചെയ്തു? ഇഷ്ടമാണ്. അടുത്ത യെശയ്യാ 43-ാം 22, 23 വാക്യം വെച്ച്. യെശയ്യാ 42-ന്റെ 43-ന്റെ 22, 23, 24 വാക്യം. യാക്കോബെ വിളിക്കുക, ഇസ്രായേൽ ഉപദേശിച്ച പോലെ. യാക്കോബിനെ പേര് വിളിക്കുമ്പോൾ മൊത്തം ഇസ്രായേൽ ഉപദേശിച്ച പ്രവാചകൻ. യാക്കോബെ, നീ എന്നെ എന്ത് ചെയ്തില്ല? വിളിച്ചപേക്ഷിച്ചില്ല. നീ എന്റെ നിമിത്തം എന്ത് ചെയ്തില്ല? അധ്വാനിച്ചിട്ടില്ല. നീ എന്നെ വിളിച്ചപേക്ഷിച്ചില്ല, എന്റെ നിമിത്തം നീ അധ്വാനിച്ചില്ല. നിന്റെ ഹോമയാഗ കുഞ്ഞാടുകളെ നീ എനിക്ക് കൊണ്ട് യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച്, ന്യായപ്രമാണം അനുസരിച്ച് ഹോമയാഗം കൊണ്ടുവരുന്നതിന് ഓരോ വ്യക്തിയും കുഞ്ഞാടുകളെ കൊണ്ടുവരണം. അത് നീ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല. നിന്റെ ഹനനയാഗങ്ങളെ നീ എന്ത് ചെയ്തില്ല? ബഹുമാനിച്ചില്ല. നോക്ക, ഭോജനയാഗം കഴിക്കണം. പക്ഷെ ഞാൻ ഭോജനം നിങ്ങൾ ചെയ്യാൻ പറഞ്ഞതിനെ ഞാൻ ചെയ്തില്ല, ഭാര്യപ്പെടുത്തിയിട്ടില്ല. ധൂമനം കൊണ്ട് ഞാൻ നിന്നെ അധ്വാനിപ്പിച്ചിട്ടില്ല. നീ എനിക്കായി വയമ്പ് വാങ്ങിയിട്ടില്ല. ഹനനയാഗങ്ങളുടെ മേധസ് കൊണ്ട് നിങ്ങൾ എനിക്ക് തൃപ്തി വരുത്തിയിട്ടില്ല. ഓക്കെ, പിന്നെ എന്താ ചെയ്യുന്നത്? യാക്കോബേ, ഇസ്രായേലേ, നിന്റെ പാപം കൊണ്ട് നീ എന്നെ ചെയ്യുന്നു? അധ്വാനിപ്പിക്കുന്നു. ഓക്കെ, ഇസ്രായേലിനെ വിളിച്ചു പറയുകയാണ്, നിന്റെ ഹനനയാഗ കുഞ്ഞാട് നിനക്ക് കൊണ്ടുവന്നില്ല, ഭോജനയാഗം കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല, നീ ചില ഹനനയാഗം അർപ്പിച്ചിട്ടില്ല, നീ എന്റെ വാക്ക് കേൾക്കുന്നില്ല. എന്നിട്ട് ചെയ്യുന്നതാണ്, നിന്റെ പാപങ്ങള് നീ എന്നെ ചെയ്യുന്നു? കഷ്ടപ്പെടുത്തുന്നു. അർത്ഥം വാച്ചേ, പാപങ്ങളാൽ എന്നെ വിഷമിപ്പിക്കുകയും നിന്റെ അകൃത്യങ്ങളാൽ എന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഒക്കെ പ്രവാചകന്മാർ ചെയ്യുന്ന കാര്യമാണ്. ഹനനയാഗം നാം ചോദിക്കുന്നില്ല, ഭോജനയാഗം ചെയ്യാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ധൂപനം കൊണ്ട് തന്നെ ബഹുമാനം ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നീ എന്താ ചെയ്യുന്നത്? നിന്റെ പാപത്താൽ എന്നെ ചെയ്യുന്നു? ബന്ധപ്പെടുത്തുന്നു, എന്നെ കോപപ്പെടുത്തുന്നു. നിന്റെ അകൃത്യത്താൽ നീ എന്നെ ചെയ്യുന്നു? കഷ്ടപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇതാ ഇസ്രായേലിൽ നടക്കുന്ന പാപം. പുരോഹിതന്മാർ ഇതിനെന്ത് ചെയ്യണം? ശാസിക്കണം. പുരോഹിതന്മാർ ജനത്തെ ന്യായപാലനം നടത്തണം. പുരോഹിതന്മാർ ജനത്തെ സത്യമേതാണ് അസത്യമേതാണ് ബോധ്യപ്പെടുത്തണം. പുരോഹിതൻ വിശുദ്ധമേതാണ് അശുദ്ധമെന്ന് മനസ്സിലാക്കണം. നിർമ്മലമെന്താണ് മലിനമെന്താണ് അത് മനസ്സിലാക്കണം. ശബത്തുകളെ വിശുദ്ധീകരിക്കണം. പുരോഹിതൻ എന്ത് ചെയ്യുന്നറിയാമോ? അതിന് കൂട്ടു നിൽക്കുന്ന ജനത്തിന് അത് താല്പര്യമാണ്. ഒരു വാക്യം ചേർന്ന് പകൽ വായിച്ച വാക്യാണ് മീഖാ പ്രവചനം 3-ാം അധ്യായം 8, 9, 10, 11 വാക്യം. മീഖാ പ്രവചനം 3-ാം അധ്യായത്തിലെ 8, 9, 10, 11. മീഖാ പ്രവചനം. മീഖാ പ്രവചനം അത് മീഖായുടെ ദൈവത്തിന്റെ ആത്മാവ് ആവശ്യപ്പെട്ടപ്പോൾ അവള് എന്താ പറഞ്ഞത്? യാക്കോബ്
ന്യായം വരുത്തുന്നു, ചൊവ്വുള്ളതൊക്കെ ചെയ്യുന്നു, വളച്ചൊടിക്കുന്നു. അവർ സിയോനെ രക്തപാതം കൊണ്ടും യെരൂശലേമിനെ ദ്രോഹം കൊണ്ടും നിറയ്ക്കുന്നു. ഇസ്രായേലിലെ പ്രഭുക്കന്മാരെ വിളിച്ച് പറയുക, യാക്കോബിലെ മൂപ്പന്മാരെ വിളിച്ച് പറയാണ്, അവർ സിയോനെ രക്തപാതം കൊണ്ടും യെരൂശലേമിനെ അവരെ വളരെ കഷ്ടപ്പെടുന്ന അവസരം നീക്കിയാണ്. അടുത്ത വായിച്ചേ. അവരെ തലവന്മാർ എന്ത് ചെയ്യുന്നു? സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. അതിലെ പുരോഹിതന്മാർ തെറ്റിനെ തിരുത്തേണ്ട പുരോഹിതൻ എന്ത് ചെയ്യുന്നു? കൂലി വാങ്ങി ഉപദേശിക്കുന്നു. പ്രവാചകൻ പണം വാങ്ങുന്നു, പുരോഹിതൻ കൂലി വാങ്ങുന്നു. അടുത്തത്, അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി എന്ത് ചെയ്യുന്നു? ലക്ഷണം പറയുന്നു. ഇത് ചെയ്തിട്ട് അവർ എന്താ ചെയ്തത്? യഹോവയെ ചാരിക്കൊണ്ട് പറയുക, യഹോവ നമ്മുടെ ഇടയിൽ അല്ലയോ? അതുകൊണ്ട് നിങ്ങൾ നിമിത്തം സിയോനെ ഞാൻ വയൽ പോലെ ഉഴുതു മറിക്കും. യെരൂശലേം ദൈവത്തിന്റെ നഗരമാണ്. ആ നഗരത്തെ എന്ത് ചെയ്യും? കൽക്കുന്നാക്കി തീർക്കും. ഇവിടെ പ്രവാചകനെ യെഹെസ്കേല് ദൈവാത്മാവ് വിളിച്ചു പറയാണ്, എന്റെ ജനത്തിനവൻ ന്യായം വിചാരിക്കാൻ പോകുക. ആ അയക്കുന്ന ജനത്തിന് മധ്യേ ന്യായം രക്ഷിക്കേണ്ടതിന് ഓരോ ഇടിവിധക്കാരൻ പുരുഷനെ അന്വേഷിച്ചു. എവിടെ അന്വേഷിച്ചത്? ഒന്നാമത് അന്വേഷിച്ചത് പുരോഹിതന്മാരെ അന്വേഷിച്ചപ്പോൾ ആരെയും കണ്ടെത്തിയില്ല. പുരോഹിതൻ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ച് കാണിക്കുന്നില്ല. നിർമ്മലവും മലിനവും തമ്മിൽ വേർതിരിച്ച് കാണിക്കുന്നില്ല. ശബത്തുകളെ അശുദ്ധമാക്കുന്നു. എന്നിട്ട് യഹോവയെ ചാരിക്കൊണ്ട് പറയുകയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്താണ് ചോദിക്കുക? അവരോട് നല്ല പാടാണ്, ഞാൻ സിയോനെ ഉഴുതു മറിക്കും, യെരൂശലേമിനെ കൽക്കുന്നാക്കും. ഇന്ന് രാത്രിക്കാലം എന്നെ ദൈവത്തിന്റെ പൈതലെ, ദൈവം ഈ ദേശത്തിന് വേണ്ടി ഇടിയുന്നത് പാടക്കണം, ഈ സഭയ്ക്ക് വേണ്ടി ഇടുന്നത് പാടക്കണം, നിങ്ങളെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇടുന്നത് പാടക്കണം. ദൈവം പുരുഷനെ അന്വേഷിക്കുമ്പോൾ ആരെയും കണ്ടെത്തുന്നില്ല. അടുത്ത പദം നോക്കി, രണ്ടാമത്തെ 27 വാക്യം വായിച്ച്. അവർ പ്രഭുക്കന്മാരുടെ അടിയിലേക്ക് ചെന്നു. പുരോഹിതന്മാരെ നോക്കിയപ്പോൾ ആരെയും കണ്ടെത്തിയില്ല. അപ്പൊ അവരുടെ നടുവിൽ ആരുണ്ട്? പ്രഭുക്കന്മാരുണ്ട്. ഇസ്രായേൽ ഗോത്രത്തലവന്മാരെ ഒരിക്കൽ മോശ ദൈവത്തോട് നിലവിളിച്ചു, ഞാൻ ഇവരെയൊക്കെ ചുമന്നടങ്ങി, ഇവരൊക്കെ പ്രസവിച്ചു. അപ്പൊ മോശയെ സഹായമായിട്ട് എന്ത് ചെയ്തു? ഒരു 70 പേരെ തിരഞ്ഞെടുത്ത് കൊടുത്തു. നിങ്ങൾക്കൊരു വിഷയം ഉണ്ടോ? നിങ്ങൾ അവരുടെ അടുത്ത് ചെയ്യുക, അവരെ പരിഹരിച്ച് നീ മാത്രം എൻ്റെ അടുത്ത് വന്നാൽ മതി. നമ്മുടെ നാട്ടില് നമ്മുടെ സഭയിലെ പ്രശ്നമുണ്ടായ സഭയുടെ കമ്മിറ്റി വരിക, കമ്മിറ്റി പറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ റീജിയനിലേക്ക് പോവുക, റീജിയനെ പറ്റിയ കുമ്പനാട്ട് അടിക്കാൻ പോകണം, ജനറലിലേക്ക് പോവുക. ഇതാണ് ക്രമം. ഇവിടെ എന്തെന്നറിയാമോ? ഇവരെ അന്വേഷിക്കുന്ന ഈ പ്രഭുക്കന്മാർ. അപ്പൊ അവരുടെ പ്രഭുക്കന്മാരെടുത്തേക്ക് ചെന്നു. ന്യായം നടത്തേണ്ട പ്രഭുക്കന്മാർ. ആ പ്രഭുക്കന്മാരെടുത്തേക്ക് ചെന്നിട്ട് ഇടിവ് നിൽപ്പാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു. പക്ഷെ പ്രഭു എന്താ ചെയ്യുന്നത്? ലാഭം ഉണ്ടാക്കേണ്ടതിന് കടിച്ചു കീറുന്ന ചെന്നായി പോലെ പ്രവർത്തിക്കുന്നു. ലാഭം ഉണ്ടാക്കിയെന്ന് പറഞ്ഞതാണ് നമ്മുടെ നാട്ടിലെ പക്ഷേ കൈക്കൂലി വാങ്ങുക. ഞാൻ അമേരിക്ക വന്നപ്പോൾ ഒരു വ്യക്തിയുടെ സഹോദരൻ കൂടെ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർമാരെ മുഴുവൻ കൈക്കൂലി വാങ്ങുന്നതാണ് പറഞ്ഞു. എനിക്ക് വിരോധാഭാസം തോന്നി. ഞാനോട് വളരെ സ്നേഹിച്ച് ഒരുപാട് കാര്യം പറഞ്ഞു. ഞാൻ പറയാം, അല്ല, ഞങ്ങളുടെ അനുഭവം എങ്ങനെയാണ്? അപ്പൊ ആ പറയുന്നത്, പാസ്റ്റർമാർ സഭയുടെ ശമ്പളം മാനേജ് പിന്നെ എന്തിനാ വീട്ടിൽ ചെന്ന് മേടിക്കുന്നത്? അത് കൈക്കൂലിയാ. എടാ, പാസ്റ്റർ ശിശുര ചെയ്താൽ അവർ സന്തോഷം കൊടുക്കുന്നത് കൈക്കൂലി തിരിച്ചാൽ എന്താണ് സ്ഥിതി? ഇപ്പൊ പറഞ്ഞത് കൈക്കൂലിയാണ്. എന്നിട്ട് ഞാൻ ഇറങ്ങേണ്ട ഉദ്ദേശ സ്ഥാനത്ത് എത്തിയപ്പോൾ
ഞാൻ പറഞ്ഞു ഞാൻ കൈക്കൂലി വാങ്ങത്തില്ല, അത് നിന്റെ കയ്യിലിരിക്കട്ടെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനെ ഉദ്ദേശിച്ചല്ല, എല്ലാ പാസ്റ്റർമാരുമല്ല, അനവധി പാസ്റ്റർമാരും കൈക്കൂലി വാങ്ങുന്നവരാണ്. അത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാ. അനുഭവ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓരോ വിഷയങ്ങൾക്ക് ചെല്ലുമ്പോൾ നമ്മൾ മലബാറിൽ കഷ്ടപ്പെട്ട് ചെല്ലുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ പരിഹാരമില്ല, അപ്പുറത്തെ സ്വാധീനം ചെലുത്തി അവനെ തെറ്റിന് കൂട്ടി നിന്നിട്ട് നമ്മളെ ക്രൂശി കയറ്റുന്ന അവസ്ഥ നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ എന്താണുള്ളത്? കൈക്കൂലി കൊടുക്കുന്നു. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം പള്ളിപ്പാട്ടുകാരൻ്റെ ഉപദേശി അടങ്ങുന്ന മലബാർ ഏരിയയുടെ കൺവീനറാ. അപ്പം ഞങ്ങൾ ദിവസം വീട്ടിലെ അമ്മച്ചി ചോദിച്ചു, ഇങ്ങനെ ഒരു പാസ്റ്ററുണ്ട് മലബാറിൽ വന്ന് അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മലബാറുണ്ട്, എനിക്കെതിരായി ഏറ്റവും പോരാട്ടം നടന്നൊരു പോരാളിയാന്ന് പറഞ്ഞു. എനിക്കെതിരായിട്ട് പോരാട്ടം നടന്ന പോരാളിയാണ്. കാരണം അദ്ദേഹത്തിനെ കുറിച്ച് ഒരു മാസിക ആർട്ടിക്കിൾ മരക്കള്ളൻ ഏരിയ കൺവീനറായി ഇത് ആർട്ടിക്കിളോ. കാരണം കൈക്കൂലി വാങ്ങുന്നു, എന്തും ചെയ്യുന്നു, പണമുണ്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന ആൾക്കാര്. ഇങ്ങനെയുള്ള ആൾക്കാരെ ആത്മീയ കോളത്തിൽ വർദ്ധിച്ചപ്പോൾ ദൈവത്തിന് ഇടയിൽ നിന്നപ്പോൾ ആളെ കിട്ടാതെ വരിക. ഇസ്രായേലിന്റെ നടുവിലെ പുരോഹിതന്മാർ ആരെ കിട്ടിയില്ല, പ്രഭുക്കന്മാരിലേക്ക്. പ്രഭുക്കന്മാർ നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ. ഞാൻ എൻ്റെ മക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരക്കര ചെന്നപ്പോൾ അവര് ഒരു കൈക്കൂലി കഴിഞ്ഞ് ഞെട്ടിപ്പോയി. 3 മക്കളെ അവിടെ ജനിച്ചത്. 3 പേര് പേര് ഡേറ്റ് ശരിയാ, പക്ഷെ അതിന് ചില തിരുത്തുണ്ടെങ്കിൽ മാത്രമേ ഇവിടേക്ക് വരാൻ കഴിയത്തുള്ളൂ. അത് തിരുത്താൻ അവർ പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ 1 ലക്ഷം രൂപ. ഇപ്പൊ 3 പേർക്ക് 3 ലക്ഷം കൊടുക്കണം. എങ്ങനെ സാധിക്കും? നമ്മുടെ നാടൊക്കെ ഇതുപോലെ ആത്മീയയോടെ ഇതുപോലെ ആയിരിക്കുക. സഭയിലെ പ്രഭുക്കന്മാര് ദൈവജനം ഒരു വിഷയം ഉണ്ടായാല് ആ സഭയിലെ പ്രഭുക്കന്മാരുടെ വിവരം പറയും, അച്ചായ എനിക്ക് ഇന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ചായൻ കണ്ണടക്കുക. അച്ചായനത് ഇഷ്ടമല്ല, അച്ചായൻ കണ്ണടക്കുക. പ്രഭുക്കന്മാരെന്ന് ന്യായവാദം ചെയ്തു കൊടുക്കുന്നില്ല. ഇവിടെ യഹസ്കേൽ വിളിച്ചു പറയുകയാണ്, ഞാൻ പുരോഹിതന്മാരിലേക്ക് നോക്കിയപ്പോൾ ആരെയും കണ്ടെത്തിയില്ല. അപ്പോൾ അവൻ ഇസ്രായേലിന്റെ പ്രഭുക്കന്മാരിലേക്ക് നോക്കി. പ്രഭുക്കന്മാർ എന്താ ചെയ്യുന്നത്? ലാഭം ഉണ്ടാക്കി കടിച്ചു തീർന്ന ചെന്നായ്ക്കളെ പോലെ പാവപ്പെട്ട വിഴുങ്ങുന്ന പ്രഭുക്കന്മാരാണ് ഇസ്രായേൽ കണ്ടത്. പ്രഭുക്കന്മാരിൽ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉടനെ അവൻ എന്താ ചെയ്ത്? അടുത്ത വാക്യം വെച്ച് നോക്ക. അപ്പൊ പുരോഹിതനെ കിട്ടിയില്ല, പ്രഭുക്കന്മാരിനെ കിട്ടിയില്ല. അവർ 3ാമത് അവർ ചെന്നത് പ്രവാചകന്മാരുടെ ഇടയ്ക്കിരുന്നു. പ്രവാചകരുടെ ദൗത്യം ഞാൻ പകൽ പറഞ്ഞതാണ്. ദൈവത്തിൽ നിന്ന് എന്നോടുള്ള ആലോചന വാങ്ങിയിട്ട് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും എന്റെ പാപത്തെ തൊട്ടുണർത്തുകയും എന്നെ നേർമാറി നടത്ത ശുശ്രൂഷയാണ് ആര്? പ്രവാചക ശുശ്രൂഷ. പുരോഹിത ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനത്തിന് വേണ്ടിയിട്ട് രാത്രിയുടെ യാമങ്ങൾ ഇവിടെ സഭയ്ക്ക് വിശ്വാസത്തെ ഓർത്തുകൊണ്ട് ഇവിടത്തെ ഇടയിലായ പാസ്റ്റർ എന്ത് ചെയ്യുമോ? നിങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ദൈവസ്ഥലം മധ്യസ്ഥ അടയ്ക്കാണ് പുരോഹിത ശുശ്രൂഷ. പ്രവാചകന്മാരടുത്തേക്ക് ചെന്നു. പ്രവാചകന്മാർ ചെയ്യുമ്പോൾ അവിടെ കണ്ടെത്തുന്നത് വാക്യം വെച്ച് പ്രവാചകന്മാർ അതിലെ പ്രവാചകന്മാർ എന്ത് ചെയ്യുന്നു? വ്യാജം ദർശിക്കുന്നു, കള്ളപ്രശ്നം പറഞ്ഞു. യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു? കുമ്മായം തേക്കുന്നു. എന്ത് ശിശുവിനെ നോക്കിക്കേ. പ്രവാചകൻ ഞാൻ രാവിലെ പറഞ്ഞതാണ്, ഇവിടുത്തെ അച്ചായനോട് ഒരു വിഷയം എനിക്കുണ്ടായി. ഞാൻ പ്രവാചകനാണ്, അച്ചായനെ തെറ്റിന്റെ പരിശുദ്ധാത്മാവിനെ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ പാസ്റ്റർ അസിസ്റ്റന്റ് പാസ്റ്ററാണ്. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തെ കൂടെ നമ്പി നിന്നെങ്കിലേ എനിക്ക് കാര്യം നടക്കുന്നു. അതുകൊണ്ടെന്നറിയോ? അച്ചാന്റെ തെറ്റിന് ഞാനത് കുമ്മായി തേച്ചു. സാധന അച്ഛാ അതൊക്കെ പോട്ടെ, എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞ് കുമ്മായി തേക്കും. അതാണോ പ്രവാചക ശുശ്രൂഷ? ആണോ പ്രവാചക ശുശ്രൂഷ? മൂക്കാൻ നോക്കാതെ വ്യക്തിത്വമുള്ളവരുടെ ശുശ്രൂഷ പ്രവാചക ശുശ്രൂഷ. ഇവിടെ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? കള്ളപ്രശ്നം പറയുന്നു. ദൈവം കൽപ്പിക്കാതിരിക്കെ അവൻ എന്ത് ചെയ്തു? കൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജനത്തിന്റെ ഇടയിൽ ചെന്നിട്ട് കുമ്മായം തേച്ച് പോളിഷ് ചെയ്ത് അത് പോക്കറ്റിലെ കാശ് വാങ്ങിക്കൊണ്ട് പോവുകയാണ്.
ദൈവത്തിന് സ്തോത്രം. പ്രവാചകന്മാരിൽ ആരെയും കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ നാളുകളിൽ നമ്മുടെ സഭയിൽ വരുന്ന ദൈവദാസന്മാരെ വിവേചിക്കണം. ഞാനിപ്പോ വന്ന അടുത്ത ആഴ്ച ഞാൻ അവിടെ പോകും. ഇനി ചിലപ്പോൾ വീണ്ടും വന്നിരിക്കും. നിങ്ങൾ ഉമ്മത്തെ ഭാഷ വിവേചിക്കണം. ഇതെങ്ങനെ വീട്ടിൽ പേറ്റാൻ കൊള്ളാവുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന വ്യക്തിയെ അന്വേഷിക്കണം. അതൊരു ബോധ്യപ്പെട്ടെങ്കിൽ ഏറ്റോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ദൈവം കോപിക്കത്തൊന്നുമില്ല. അങ്ങനെ ചില വ്യക്തികൾ വരുന്നതിനെ വിളിച്ചാൽ കണ്ടുകൊണ്ട് ഇതിന്റെ ഗേറ്റിൽ വന്ന് പാവപ്പെട്ടനെ തള്ളിക്കളയും ചെയ്തു കേട്ടോ. കഷ്ടപ്പെടുന്ന പാവപ്പെടുന്ന അനേകരുണ്ട്. അവരെ വിവേചിക്കാതെ മറ്റവന്റെ കണ്ടുകൊണ്ട് ഇവരെ തള്ളിക്കളഞ്ഞ് അവരെ കണ്ണുതിരിഞ്ഞ് പഠിക്കാൻ വീണാൽ അത് നിനക്ക് ദോഷമാണ്. ദൈവത്തിന്റെ സ്തോത്രം. കുമ്മായം തേക്കുന്ന പ്രവാചകന്മാർ. ബലവാനൊരു പ്രവാചകൻ വന്ന് ശിശു നടത്തി വീട്ടിൽ നിന്ന് ശിശു നടത്തിയാണ്. അപ്പൊ പറയുന്നത് ഈ വീട്ടിൽ എന്ത് ചെയ്യുന്നു, കൂടോത്രമുണ്ട്, അതുകൊണ്ട് 7 ദിവസം പ്രാർത്ഥിക്കണം. പാസ് പറയാതെ ആ വീട്ടുകാരെ ഭീഷണി പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ ആ വിഷയം ഞങ്ങളവിടെ ചെന്നിട്ട് ഞാൻ ചെന്നപ്പോ കണ്ടെന്ന് പറയോ, ഇദ്ദേഹം പിക്കാസ് എടുത്തിട്ട് ആദ്യം ഒരു അടുക്കള കൊത്തി ഇറക്കി. അടുക്കള അവിടെ കൂടി ചൊല്ലിക്ക് നടന്നു. അവിടെ കണ്ടില്ല. അടുത്ത മുറിയിലേക്ക് കയറുമ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഞങ്ങൾ ശ്വാസത്തെ വാണം പോലെ പറപ്പിച്ചിട്ടു. അവർ ആ പിന്നെ ശരിയാക്കി എത്ര കാശ് കൊടുക്കണം. ഇങ്ങനെയുള്ള അനേക ആരുണ്ട്, കള്ളപ്രവാചകന്മാർ. ലക്ഷണം പറഞ്ഞുകൊണ്ട് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് അവര് കബളിപ്പിക്കുന്ന പ്രവാചകന്മാരും കുമ്മായം തേക്കുന്ന പ്രവാചകന്മാരും ഉണ്ട്. അവരെ നമ്മുടെ വീട്ടിൽ കയറ്റരുത്, സൂക്ഷിക്കണമെന്ന കാര്യം ഇന്ന് രാത്രിക്കാരെ ശക്തമായി പറയുകയാണ്. ദൈവത്തെ ന്യായവിധിപ്പാതിരിപ്പോൾ ഞാൻ പുരാതനന്മാരെ നോക്കിയപ്പോൾ പുരാതനന്മാർ ആരെയും കണ്ടില്ല. ഇസ്രായേലിലെ പ്രഭുക്കന്മാരെ നോക്കി, പ്രഭുക്കന്മാരും ആരെയും കണ്ടെത്തിയില്ല. അടുത്തത് എന്ത് ചെയ്തു, പ്രവാചകന്മാരിലേക്ക് നോക്കി, പ്രവാചകന്മാരും ആരെയും എന്തില്ല കണ്ടില്ല. അപ്പൊ അടുത്തവർ എന്താ ചെയ്തത്? 29 വാക്യം. അവൻ ദേശത്തുള്ള സാധാരണ ജനങ്ങളിലേക്ക് തിരിഞ്ഞു. പ്രധാനപ്പെട്ട 3 കാറ്റഗറി നോക്കി ആരെയും കിട്ടിയില്ല. പുരോഹിതന് കിട്ടിയില്ല, പ്രഭുക്കന്മാരെ കിട്ടിയില്ല, പ്രവാചകന്മാരെ കിട്ടിയില്ല. എന്നാൽ ഈ പാവപ്പെട്ട ജനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പൊ ജനങ്ങൾ എന്താ ചെയ്യുന്നത്? ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യും, പിടിച്ചു പറിക്കുകയും എളിയവരെയും ദരിദ്രരെ ഉപദ്രവിക്കുകയും പരദേശി അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ജനത്തിന്റെ തൊഴിലാണ്. കാരണം നേതാക്കന്മാരെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ അവരെ ചെയ്യണ്ടേ? പാസ്റ്റർ ചെയ്യുന്നു, പ്രഭു അത് ചെയ്യുന്നു, പ്രവാചകൻ ചെയ്യുന്നു, പിന്നെ എനിക്ക് ജീവിക്കണ്ടേ? അപ്പൊ അവർ ഞെരുക്കം ഇവർ കണ്ടുവരിക. അപ്പൊ എന്നാൽ ജനം എന്ത് ചെയ്യുന്നു? പാസ്റ്റർക്ക് ചെയ്യാമെങ്കിൽ എനിക്ക് ചെയ്തൂടെ, പ്രഭുവിന് ചെയ്യാമെങ്കിൽ എനിക്ക് ചെയ്തൂടെ, പ്രവാചകൻ ചെയ്യാമെങ്കിൽ എനിക്ക് ചെയ്തൂടെ. ജനങ്ങളും എന്ത് ചെയ്തു? നേതൃത്വത്തിനെ ശിക്ഷന്മാരായി തീർന്നുകൊണ്ട് അവരും പിടിച്ചു പറിക്കുകയും ഞെരുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനം. ഈ ജനത്തെ കുറിച്ച് എന്താ പറയുന്നത്? മത്സരികളായ ഇസ്രായേൽ ജനം മത്സരികളാണ്. അവര് 16 കൂട്ടം പാപമാണ് ആ മുകളിലെ ഭാഗം വായിച്ചപ്പറ്റിയാണ്. ഈ പാപം കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് കാര്യം തീർക്കുന്ന നാളിൽ നിങ്ങളുടെ കരം ബലപ്പെട്ടിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. സർവശക്തന ദൈവം എന്തെന്നറിയാമോ? ഇതിന്റെ നടുവിൽ ആരെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ നോക്കാനൊക്കെ ജനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. പുരോഹിതന്മാര് നോക്കിയപ്പോൾ ആരെയും കിട്ടിയില്ല, പ്രഭുക്കന്മാര് നോക്കിയപ്പോൾ ആരെയും കിട്ടിയില്ല, ജനത്തിലേക്ക് നോക്കിയപ്പോൾ ആരെയും കിട്ടിയില്ല, പ്രവാചകന്മാര് നോക്കിയപ്പോൾ ആരെയും കിട്ടിയില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ ക്രോധാഗ്നി 31 ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി കൊണ്ട് അവരെ എന്ത് ചെയ്തു? മുടിച്ച് കളഞ്ഞിരിക്കുന്നു. അവർ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇന്ന് രാത്രിക്കാലം ഈ സഭയോട് ഞാൻ പറയട്ടെ, നമ്മുടെ ആത്മീയ ഉന്നമത്തിന്റെ ആ താഴ്ച കാണുമ്പോൾ, ആത്മീയ വളർച്ചകളെ മാന്യം കാണുമ്പോൾ, കുടുംബത്തിനോട് ഇടിഞ്ഞ് പാലക്കണം, തലമുറകൾ ഇടിഞ്ഞ് പാലക്കണം, സഭയ്ക്കോട് ഇടിഞ്ഞ് പാലക്കണം. ഈ IPC സഭയിലെ ഇന്ന് രാത്രിക്കാലം ചില വ്യക്തികൾ എഴുന്നേക്കട്ടെ, ചില നഗരന്മാർ എഴുന്നേക്കട്ടെ, പ്രാർത്ഥിക്കുന്ന ഹന്നാമാർ എഴുന്നേക്കട്ടെ, ഇടിവ് നിൽക്കുന്നവർ കൊണ്ട് എഴുന്നേക്കട്ടെ. അങ്ങനെ എഴുന്നേൽക്കുന്നത് മാത്രമേ ദൈവസഭയ്ക്ക്
ദൈവസഭ എന്ത് ചെയ്യുന്നു? നശിപ്പാണക്കിടയായിട്ട് ദൈവത്തിന്റെ ക്രോധം അവിടെ ചൊരിയാടയായിട്ട് ഇടിവിൽ നിൽപ്പാടക്കണം ഒരു പുരുഷനെ അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. അനേക സഭകൾ ഇന്ന് നിലനിൽക്കുന്ന കാരണം എന്താണെന്നറിയാമോ? ദൈവസഭയ്ക്ക് ഇടി നിൽക്കുന്ന പാവപ്പെട്ട അമ്മമാരും പാവപ്പെട്ട സാധാരണക്കാർ മനുഷ്യരും ദൈവസഭയ്ക്ക് ഇടിയിൽ നിന്ന് കരയുന്ന അനേക സഭയ്ക്കകത്തുള്ളതാണ് എന്ന് അറിയുമോ ആ സഭയുടെ വിജയം. ദൈവ സ്തോത്രം. തൃശ്ശൂർ എന്റെ മാതൃസഭ, ആ മാതൃസഭ വളരെ അനുഗ്രഹമുള്ള സഭയായിരുന്നു. അതിനൊറ്റ കാരണം കേൾക്കണമോ? സ്കൂളിന്റെ പടി ചവിട്ടാത്ത ഒരു പാവപ്പെട്ടായ ഏലി സഹോദരിയുണ്ട്. അവർക്ക് ഒറ്റ കാര്യം അറിയുള്ളൂ, പ്രാർത്ഥിക്കാൻ. പ്രാസമൊന്നും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, വാചകശുദ്ധിയോടെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. പക്ഷെ അവർ ദൈവസഭയ്ക്ക് വേണ്ടി കരയുമായിരുന്നു. ആ കാലഘട്ടം ഞങ്ങളുടെ സഭയുടെ സ്വർണ്ണ ലിപിയിൽ എഴുതുന്ന കാലഘട്ടമായിരുന്നു. സ്വർണ്ണ ലിപിയിൽ എഴുതുന്ന കാലഘട്ടമായി ഇടിയിൽ നിന്ന് പ്രാർത്ഥിക്കും മാതാവുണ്ടായിരുന്നു. അവർ മരിച്ചു. ഉടനെ സഭയിൽ പ്രശ്നമായി. അത് കണ്ടപ്പോൾ അടുത്തൊരു മാതാവ് എഴുന്നേറ്റു. ആ മാതാവ് മറ്റാരുമല്ല, എന്റെ മാതാവ്. എന്റെ മാതാവ് ഇടിയിൽ വെപ്പാൻ തുടങ്ങി. എന്റെ മാതാവ് 4 വർഷമാണ് ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ അവിടെയുള്ള സകല കർത്തൃദാസന്മാരും വന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ ചെവിക്കേണ്ടതാണ്. ദേശത്തിന് വേണ്ടി നിൽക്കുന്ന മാതാവ് ഈ ദേശത്ത് നഷ്ടമായി തീർന്നു. ദേശത്തിന് വേണ്ടി നിൽക്കണം. എന്റെ അമ്മയ്ക്ക് അധികം വിദ്യാഭ്യാസം ഇല്ലെങ്കിലും വളരെ ദീർഘവീക്ഷണ അമ്മയായിരുന്നു. 10 വർഷം കഴിഞ്ഞ് സഭയ്ക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നത് ഇന്നൊക്കെ മനസ്സിലാക്കും. എന്നിട്ട് ആ വിഷയത്തിന് അവിടെ എന്തെങ്കിലും വിഷയമുള്ള എന്റെ പിതാവിനെ ഞങ്ങൾ മക്കളെ നിങ്ങൾ അത് ഇടപെടരുത്. 10 വർഷം ഇങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇടപെടരുത്. ഇടിവിൽ നിൽക്കുന്ന മാതാക്കന്മാർ സഭയിലുണ്ടെങ്കിൽ ആ സഭ അനുഗ്രഹിക്കപ്പെടും. ഇടിവിൽ നിൽക്കുന്ന പുരുഷന്മാർ സഭയിലുണ്ടെങ്കിൽ ആ സഭ അനുഗ്രഹിക്കപ്പെടും. ഇടിവിൽ നിൽക്കുന്ന പുരോഹിതരുണ്ടെങ്കിൽ ആ സഭ അനുഗ്രഹിക്കപ്പെടും. ഇടിവിൽ നിൽക്കുന്ന പ്രവാചകരുണ്ടെങ്കിൽ ആ സഭ അനുഗ്രഹിക്കപ്പെടും. ദൈവം ഇന്ന് ആത്മീയ ലോകത്തിന്റെ ഈ മാന്യാവസ്ഥ കണ്ടുകൊണ്ട് ഈ ന്യൂയോർക്കുള്ള ഈ സഭയോട് ചോദിക്കാണ്, ആ ഇടിവിൽ നിൽക്കും. നീ ഇടിവിൽ നിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ ദൈവസഭയെ കർത്താവ് ന്യായം വിധിക്കും. നിന്റെ പ്രാർത്ഥനാക്കുറവുണ്ട്. ഇടിവിൽ നിൽപ്പാൻ ഒരു പുരുഷൻ അന്വേഷിച്ചു, ആരെയും കണ്ടെത്തിയില്ല. ദൈവത്തിന് ക്രോധാഗ്നിയവന്മേൽ ചൊരിയുവാനൊക്കെ ഇടയായിരുന്നു. ഇടിവിൽ നിന്ന് അനേക വിഷയത്തിൽ വേറെ പുസ്തകം വായിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ കേൾക്കാൻ ആഗ്രഹം ഒരു വ്യക്തി ചെറുതായിട്ട് ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കാം. സമയത്തെ പരിമിതി കൂടി. ഉൽപ്പത്തി ദിവസം 18-ാം അധ്യായത്തില് അറിയാവുന്ന ചരിത്രമാണ്, അബ്രഹാമിന്റെ ചരിത്രമാണ്. അബ്രഹാം മെമ്മറയുടെ തോപ്പിൽ ഇരിക്കുക. മെമ്മറയുടെ തോപ്പിൽ കൂടാര വാനക്കത്താണ് ഇരിക്കുക. തന്റെ സഹോദരപുത്രനായ ലോത്ത് സോദോം പട്ടണത്തിൽ പട്ടണവാതിലിരിക്കുന്നു. ദൈവഭക്തനായ അബ്രഹാം മെമ്മറയുടെ തോപ്പിൽ കൂടാരവാതിൽ ഇരിക്കുക. രണ്ട് കാറ്റഗറിയാണ്. താരതമ്യം പഠിച്ചാലേ വിഷയം ഗൗരവം മനസ്സിലാക്കുള്ളൂ. അവിടെ ഈ 10 രൂപ കഴിക്കുന്നില്ല. അങ്ങനെ ഈ ദൈവദാസനം കൂടാരവാതിൽ ഇരിക്കുമ്പോൾ വെളിയിലേക്ക് നോക്കിയപ്പോൾ 3 പുരുഷന്മാർ വരുന്നു കണ്ടു. അവൻ എന്ത് ചെയ്തു? തന്റെ കൂടാരവാതിൽ വേഗം എഴുന്നേറ്റിട്ട് ആ പുരുഷന്മാർ തന്റെ വീട്ടിലേക്ക് എന്ത് ചെയ്തു? സ്വീകരിച്ചു, ആനയിച്ചു കൊണ്ടിട്ട് അവർ നിലം വരെ കുനിഞ്ഞ് അവർ നമസ്കരിച്ചിട്ട് അവരെ കാലിൽ വെള്ളം കൊടുത്തിട്ട് അവരുടെ കൂടാരത്തിൽ അവർ ഇരിപ്പാൻ കൊടുപ്പാൻ കസേര ഉണ്ടായിരുന്നില്ല. ആ ദൈവവൃത്യന്മാരെ അവർ ഇരുത്തി എവിടെയാണെന്ന് അറിയാമോ? ആ കൂടാരത്തിന് മുന്നിലുള്ള വൃക്ഷത്തണവലിൽ. അബ്രഹാമിന്റെ കൂടാരത്തിലെ മിറ്റത്തും ആരെ ഇരുത്താം? ദൈവവൃത്യന്മാരെ ഇരുത്താം. അതൊരു ദൂത, സൗകര്യമാർഗ ദൂത. നീ പാർക്കുന്ന വീട്ടിൽ നിന്റെ മുറ്റത്ത് വരുമ്പോൾ അറിയാം നീ ആരാണ് മനസ്സിലാക്കാം. നീ പാർക്കുന്ന വീട്ടിൽ നിന്റെ ബാത്റൂമിൽ ചെന്നാൽ ആ വീട്ടിലെ സ്ത്രീ ആരാണ് മനസ്സിലാക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ് ഞങ്ങളുടെ സെന്ററിൽ എടുക്കാറുണ്ട്, ഞങ്ങളുടെ സമൂഹത്തിൽ എടുക്കാറുണ്ട്. നമുക്കിത് പലതും അറിയത്തില്ല. അബ്രഹാമിന്റെ വീട്ടിലെ മരത്തണല് ദൈവദാസന്മാർ സ്വീകരിപ്പം വെടുപ്പും വൃത്തിയുമായിരുന്നു. നമ്മുടെ വീട് എങ്ങനെ ഇരിക്കുന്നു? ഒരു ദൈവദാസന്മാരുടെ വീടിന്റെ ഭൂമകയുണ്ട്, ഒരു ദൈവദാസന്റെ വീടിന്റെ സിറ്റുമകയുണ്ട്. അവരുടെ മേശയില് ഊണ മേശയിൽ വിളിച്ച ആ മേശ എങ്ങനെ ഇരിക്കുന്നു? ആ ദൈവദാസന് അത്യാവശ്യം ബാത്റൂമിൽ പോകേണ്ടത് ബാത്റൂമിൽ പോകാൻ പറ്റുന്ന അവസ്ഥയാണോ? ഇതൊക്കെ ഒരു വീടിന്റെ ഐശ്വര്യം കാണണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എവിടെ പറയുമോ? ആ വീട് ബാത്റൂമിൽ കയറി നോക്കിയാൽ ആ വീട് ആരാന്ന് മനസ്സിലാക്കും. ബാത്റൂമിൽ ഇരുന്നും ബിരിയാണി കഴിപ്പാൻ കൊള്ളാൻ ഒരു നീറ്റ്നെസ് ആയിരിക്കണം. മേശയിൽ കഴിയുന്ന ബിരിയാണി
ബാത്റൂമിൽ ചെന്നും കഴിക്കാൻ ആ ബാത്റൂം എന്തായിരിക്കണം? സൂക്ഷിക്കണം. അത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മുടെ വീടിന്റെ ബെഡ്റൂം നോക്കിയാൽ ആ വീടിന്റെ ഐശ്വര്യം പറയാം. ഇവിടെ തണുപ്പാണല്ലോ, ഷട്ടർ കാണും, അടിയിൽ ഷട്ടർ കാണും, പിന്നെ നല്ല ഇപ്പോഴത്തെ കട്ടിയുടെ വിധിച്ച് കാണും. ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് നിറയെ എതിര് പോകുന്നു. മോളത്തെ പദം ഒട്ടേറെ അത് കട്ടിന് അങ്ങേ കൊടുക്കുക. ഊരിയ ഷട്ടർ വേറൊരു ഭാഗത്ത്, അടിവസ്ത്രം വേറൊരു ഭാഗത്ത്. ക്രമമില്ല, സൂക്ഷ്മതയില്ല. ഞാൻ പറയട്ടെ, നിന്റെ വീട് വൃത്തിയായാൽ മാത്രമേ സഭ വൃത്തിയാകുള്ളൂ. നിന്റെ വീട്ടിലെ പരിചരണമാണ് നീ പോകുന്ന സ്ഥലമായിത്തീരുന്നത്. അബ്രഹാമിന്റെ വീട് മരത്തണല് ദൈവദാസനെ ഇരുത്താൻ കൊള്ളുന്ന വീടായിരുന്നു. അങ്ങനെ അബ്രഹാമിനെ സൽക്കരിച്ചു. അവൻ എന്ത് ചെയ്തു? വേഗം തന്നെ ഭാര്യ സാറയോട് പറഞ്ഞു, 3 അടങ്ങഴി മാവെടുത്തിട്ട് സാറയെ കൊടുത്തു. ഇതാ 3 അതിഥിയുള്ളവർക്ക് നീ അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. ദാസന്മാർ ഒരാളെ വിളിച്ചിട്ട് എരുത്തിൽ വിട്ടിട്ട് എളുപ്പമുള്ള ഒരു നല്ല കാള ചേർക്കാൻ പറഞ്ഞു, മാംസം പാകം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അളവ് 3 പേർക്ക് എന്ത് ചെയ്തു? 3 അടങ്ങഴി മാവിന്റെ അപ്പം. അപ്പൊ ആ 3 അടങ്ങഴി മാവ് അളന്നു കൊടുത്തപ്പോൾ അത് ആര് കുറിച്ചിട്ടെന്ന് അറിയാമോ? ദൈവം തമ്മിലാണ് കുറിച്ചിട്ടു. തന്റെ ദാസന്മാരെ എന്ത് ചെയ്തു? അളന്നു കൊടുത്തു. അപ്പൊ ആ അളവാണ് ഇത് കുറിച്ചിട്ടു. മാംസം കൊടുത്തോ? അത് സമൃദ്ധിയായി കൊടുത്തു. കാലങ്ങൾ പലത് കഴിഞ്ഞു. അബ്രഹാമിന്റെ കാലശേഷം അവരുടെ സന്ധി 430 വർഷം മിസ്രൈമിലാകുമെന്ന് അവരെ ആ ശിക്ഷ ഏറ്റുവാങ്ങി മോശ മുഖാന്തരം അത് മരുഭൂമിയിൽ നടത്തിക്കൊണ്ടുവരുമ്പോൾ 40 വർഷക്കാലം ഇസ്രായേൽ അബ്രഹാമിന്റെ കൊച്ചു തലമുറകൾക്ക് അവരുടെ സന്താന പരമ്പരകൾക്ക് ദൈവം ആഹാരം കൊടുത്തപ്പോൾ മന്ന കൊടുത്തത് ഓരോരുത്തരും ഓരോ അടങ്ങടിയ. ഇതൊന്നുമില്ല. നീ അളന്ന് കൊടുത്താൽ അളന്ന് കിട്ടും. അളവ് കൂടാതെ ധാരാളമായി കൊടുത്താൽ ധാരാളമായി നിനക്ക് കിട്ടും. മാംസം ധാരാളം കൊടുത്തപ്പോൾ കാട പക്ഷേ അത് മൂക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന പറയാം. ധാരാളം ഒരുക്കി കൊടുത്തു. അത് നൂല പോകണേ. അങ്ങനെ അവരെ സൽക്കരിച്ച് കഴിഞ്ഞ് അത് പോകുന്ന സമയത്ത് അബ്രഹാം പറഞ്ഞ ഭാര്യ സാറായി, അടുത്ത വർഷം ഞങ്ങൾ ഇത് വരുമ്പോൾ ഒരു പുത്രനെ നീയും അണച്ചുകൊള്ളും. അപ്പോൾ സാറായിക്ക് 89 വയസ്സാണ്, അബ്രഹാമിന് 99 വയസ്സാണ്. അപ്പൊ ഈ വാർത്ത പറഞ്ഞപ്പോൾ സാറാമ കൊച്ചമ്മ അകത്ത് ഉള്ളുകൊണ്ട് ചിരിച്ചു. കാരണം സ്ത്രീകളുടെ അവിടെ ആ പുത്രോത്പാദന ആ ശക്തി അവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുക. അപ്പൊ ഉള്ളുകൊണ്ട് ചിരിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞ പദമുണ്ട്, ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് പറയാണ്, ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. നിന്റെ മനോധർമ്മത്തിൽ സമയം കഴിഞ്ഞുപോയി, എനിക്ക് സമയം കഴിഞ്ഞുപോയി, എനിക്ക് അത് യോഗ്യതയില്ല, എന്റെ ശരീരത്തിന്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കുന്നു, ഭാരപ്പെടുന്ന വ്യക്തി ചെയ്തവരെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. വിധിയായിരിക്കാൻ നീ പേടിക്കേണ്ട, നീ ദൈവത്തിന് സമർപ്പിക്കുക. എന്റെ കർത്താവിനെ ചലിക്കുന്നത് ചെയ്യും. ദൈവത്തിന് കഴിയാത്ത ഒറ്റ കാര്യമില്ല. ദൈവം നിവർത്തിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ദൂതനെ മാറി 2 പേര് അവിടെ എവിടേക്ക് പോന്നു? സോദോം പട്ടണത്തിലേക്ക് പോകുമ്പോൾ അബ്രഹാമോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതി അനുഗ്രഹിക്കും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, സോദോം പട്ടണത്തിന്റെ പാപം എന്റെ തലയിൽ വന്നിരിക്കുകയാണ്, ഞാൻ അവരെ ശിക്ഷിക്കാൻ പോവുകയാണ്. ഞാൻ പറയട്ടെ, നിന്റെ ദേശത്തൊരു ന്യായവിധി വരുമ്പോൾ ഒരു ദൈവഭക്തൻ അവിടെ ഉണ്ടെങ്കിൽ ആ ദൈവഭക്തനെ അറിയിക്കാതെ കർത്താവ് ദേശത്തിന് ന്യായവിധി നടത്തത്തില്ല. ഹല്ലേലൂയ. ഇന്ന് വൈകിട്ട് ഞാനൊരു ഞങ്ങൾ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ ന്യൂയോർക്ക് പട്ടണം എന്നെ ഭസ്മമാക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ ന്യൂയോർക്ക് പട്ടണത്തിൽ കുറച്ച് ദൈവജനങ്ങളുണ്ട്, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, അതുകൊണ്ട് ഇതിനെ നശിപ്പിക്കുന്നില്ല. കാരണം ദൈവഭക്തന്മാരുണ്ടെങ്കിൽ അവർ മാറ്റിയ ശേഷം അത് ന്യായവിധി നടത്തത്തുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ മനസ്സിൽ പെട്ടെന്ന് ഒന്ന് ഓടി. സോദോം പട്ടണത്തിൽ ആരുണ്ട്? തന്റെ സഹോദര പുത്രനുണ്ട്. ആ പുത്രനെ ന്യായവിധി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അബ്രഹാം ഒരു മധ്യസ്ഥയാണെങ്കിലുണ്ട്. ദൂരമാർ പറയുന്നത്, ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? ദൂരം പറഞ്ഞില്ല. വീണ്ടും അവൻ ആവർത്തിച്ചു. 5 പേര് പറഞ്ഞ് 45 പേരെ നശിപ്പിക്കുമോ? നശിപ്പിക്കത്തില്ല. വീണ്ടും പറഞ്ഞ 5 കുറച്ച് 40 പേരെ നശിപ്പിക്കുമോ?
നശിപ്പിക്കത്തില്ല. വീണ്ടും കേടപക്ഷിക്കാണ്, 10 പേരെ 30 പേരെ നശിപ്പിക്കുമോ? നശിപ്പിക്കത്തില്ല. വീണ്ടും കേടിയാണ്, മധ്യസ്ഥാനിക്കാണ്, ആ പട്ടണത്തിൽ 20 പേരെ നശിപ്പിക്കുമോ? നശിപ്പിക്കത്തില്ല. വീണ്ടും അവസാനമായി പറയാണ് 10 പേരുണ്ടെങ്കിലോ നശിപ്പിക്കത്തില്ല. സോദോം പട്ടണത്തില് 10 വിശുദ്ധന്മാരുണ്ടായിരുന്നില്ല. ലോത്തും കുടുംബവും തന്റെ 2 പെൺമക്കളും മാത്രം. അവർക്ക് വിവാഹം വെച്ചിരിക്കുന്ന പുരുഷന്മാരുണ്ടായി. ഈ ന്യായവിധിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അബ്രഹാമുടെ നീതി നിമിത്തം ദൂതന്മാർ ഇവിടെ ചെന്നു ലോത്തിന്റെ വീട്ടിൽ നിന്ന് പറയുകയാണ്, ഈ പട്ടണം നശിപ്പിക്കാൻ പോവുകയാണ്, നിങ്ങൾ വേഗം പൊക്കോളാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആരെങ്കിലും അവരെ വിളിക്കാൻ പറഞ്ഞു. ലോകത്ത് ചെന്നിട്ട് തന്റെ മക്കളെ വിവാഹം വെച്ചിരിക്കുന്ന മരുമക്കളോട് പറയാണ്, മക്കളെ ഈ പട്ടണം തീരുമാനം നശിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നമുക്ക് ഈ പട്ടണം കൊണ്ട് പോകാന്ന് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞതാണ്, അപ്പന്റെ ജോലി എന്നാണ് 4 മണി സമയമാകുമ്പോൾ പട്ടണമാർക്ക് എന്ത് പറയുമോ? കളി പറയും, തമാശ പറയും. ഈ അപ്പൻ തമാശ പറയാൻ നേരിച്ച് കുമ്പനാടടുത്ത് കുറിയിലേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു മുക്കുണ്ട്. ആ മുക്കിന്റെ പേര് മെനക്കാട് മുക്കുന്ന, മെനക്കാട് മുക്കുന്ന സ്റ്റോപ്പിന്റെ പേര്. കാരണം അവിടെ അച്ചായ പറഞ്ഞ 4 മണിയാകുമ്പോൾ കുറിയാണ്ട് എടുത്തിട്ട് വരും. അവിടെ ചായക്കട കയറി വന്നിട്ട് സഭാകാര്യവും അയൽവക്കക്കാരുടെ കാര്യവും വിശുദ്ധന്മാരുടെ കാര്യമൊക്കെ വർണ്ണിക്കുന്ന സ്ഥലമാണ് മെനക്കാട് മുക്ക്. അങ്ങനെ മെനക്കാട് മുക്കിൽ പോകാറുണ്ടോ? ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോളാം, നിന്റെ തലമുറ നൽകി കിട്ടത്തില്ല. തലമുറ വേണ്ടി ഗൗരവമായി നിൽക്കണം. മരുമക്കളെ പറയാണ്, അപ്പൻ കളി പറയുന്നു. ദൂതന്മാരെ ബന്ധപ്പെട്ട് നോക്കുക. ലോകത്തിനെ വിളിച്ചു, ഭാര്യയെ വിളിച്ചു, പെൺമക്കളെ വിളിച്ചിട്ട് വേഗം ഓടിക്കോളാൻ പറഞ്ഞു. കൊച്ചമ്മയുടെ ഭാരം എന്താണ്? അയ്യോ, നല്ല ജേഴ്സി പശുക്കൾ നിൽക്കുന്നു. ഒരു കറവിന് രാവിലെ കറങ്ങി 10 ലിറ്റർ പാല് കറക്കിയ ഉച്ചയ്ക്ക് 5 ലിറ്റർ കിട്ടും. അങ്ങനെ ജേഴ്സി പശുക്കള്. കൊച്ചമ്മ പോകെ പശുക്കൾ എന്താണെന്ന് തിരിഞ്ഞു നോക്കി. അവിടെ നിന്നു, കൊച്ചമ്മ അവിടെ നിന്നു. ഇവിടെ ഒരു സ്ക്രീനിൽ കൈശം കാണിച്ചോ, ലോകത്തിന്റെ ഭാര്യ കാണിച്ചല്ലോ, മോളാന്നല്ലേ. അങ്ങനെ നിൽക്കരുത് കേട്ടോ, ബുദ്ധിയോടെ ഓടിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. നോക്കുക, ദൈവത്തിന്റെ ശിക്ഷാവധി വന്നിരുന്നത്. ഞാൻ പറഞ്ഞത്, അബ്രഹാം ഇടിവിൽ നിന്ന് കരഞ്ഞു. ഇടിവിൽ നിൽക്കുകയാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ജനമേ, സാധാരണ ജനമേ, ഞാൻ പറയട്ടെ, ഒരു പാവപ്പെട്ട പാസ്റ്റർ പറയാണ്, ഈ നാളിൽ ദൈവസഭയ്ക്ക് വേണ്ടി നീ ഇടിവിൽ നിൽക്കണം. ദൈവസഭയ്ക്ക് വേണ്ടി നീ കരയണം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയണം. നിന്റെ തലമുറകൾക്ക് വേണ്ടി കരയണം. നിന്റെ സമാജങ്ങൾക്ക് വേണ്ടി കരയണം. സഭകൾക്ക് വേണ്ടി കരയണം. ഇന്ത്യക്ക് വേണ്ടി കരയണം. അമേരിക്കയ്ക്ക് വേണ്ടി കുഴപ്പമില്ല കേട്ടോ, ഇന്ത്യക്ക് വേണ്ടി കരയണം. ഹല്ലേലൂയ. മിനിഞ്ഞാന്നത്തെ യൂട്യൂബിൽ കണ്ടത് 20 പേരുടെ സുവിശേഷ സംഘം തിരുവനന്തപുരം ചെന്നൈയിൽ കീഴില് എവരേക്കുറിച്ച് സുവിശേഷകർ ചെന്നപ്പോൾ അവിടെ ആളുകൾ എഴുന്നേറ്റ് അവരെ പിടിച്ചു. അവരെ വാഹനം നശിപ്പിച്ചില്ല. അവരെ സകല ലഗ്നയും തീയിട്ട് ചുറ്റിട്ട് അവരെ കുറിച്ച് അധർമ്മം പറഞ്ഞു. ഒരു വ്യക്തി പറഞ്ഞതാണ്, ഇവരെ പിഴവുകളായിരിക്കുന്ന ആളുകൾ പാപ്പട സ്ത്രീകളെ വശീകരിച്ചിട്ട് അവർ മരണത്തിൽ കൊണ്ടിട്ട് അവരെന്ത് ചെയ്യുന്നു? അനാശാസ്യപ്രവർത്തനം ചെയ്യുന്നു. ദൈവങ്ങൾ ചെയ്യൂ. പക്ഷെ അവര് കുറ്റം ആരോപിക്കുക. കേരളത്തിൽ നടന്ന കാര്യമാണ്. കേരളത്തിലെ കൊല്ലത്തും എറണാകുളത്തും ഏകദേശം 50 വ്യക്തികള് നാളുകളായി തലമുറ പെന്തക്കോസ്തലായ ആളുകളെ അവരെ ആളുകളെ വെട്ടിക്കൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ കേരളം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആയിരിക്കും എസ്തേരോട് മോദയൊക്കെ പറഞ്ഞ പോലെ, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദയിൽ നിന്ന് മറ്റൊരു സ്ഥാനത്ത് ഉദ്ധാരം ഉണ്ടാകും. അമേരിക്ക ദൈവത്തിന്റെ പൈതലെ, നീ കരയാതിരുന്നാൽ യഹൂദന് ഉദ്ധാരം ഉണ്ടാകും. ദൈവം നിന്നെ സന്ദർശിക്കും. നീ ഈ ജനത്തെ കാവക്കാരാക്കിയിരിക്കുക. ജനത്തിന്റെ അകത്തെത്തി മരിക്കാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അത് പറഞ്ഞ് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവർ അകത്തിൽ മരിക്കട്ടെ. നീ പറഞ്ഞില്ലെങ്കിലോ അവർ അകത്തെത്തി മരിച്ചാൽ അവർ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. ഇന്ന് രാത്രികാലം ദൈവസഭയോട് ദൈവത്തിന് ആത്മാവ് സംസാരിക്കുകയാണ്. ഇടിവിൽ നിൽപ്പാടുകൾ ഒരു പുരുഷനെ അന്വേഷിക്കുന്നു. ഒരു പുരുഷനെ അന്വേഷിക്കുന്നു. ആരെയും കണ്ടെത്തിയില്ല. അവൻ ആരിലേക്ക് പോയത്? പുരോഹിതന്മാരിൽ പോയി, പ്രമുഖന്മാരിൽ പോയി, പ്രവാചകന്മാരിൽ പോയി, സാധാരണ ജനത്തിൽ പോയിട്ട് ആരെയും കണ്ടെത്തിയില്ല. അത് വന്ന് ഭവിക്കാതെ ഈ നാളിൽ ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ കരമടക്കണം. ദൈവജനം എഴുന്നേൽക്കട്ടെ എന്ന് ഇന്ന് രാത്രിക്കാരൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രമാകട്ടെ. അതിനോട് ഏൽപ്പിച്ചു കൊടുക്കാം. വരും ദിവസങ്ങളെ ഈ 2015 ഈ ആരംഭ ദിനത്തിന് ഈ 3
31-ാം തീയതി ദൈവത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. 31-ാം തീയതി രാത്രിയില് ഒരു ആരാധന 10 മിനിറ്റ് പറഞ്ഞു. അത് നിങ്ങൾ ഏറ്റെടുക്കണം. അത് ഈ സഭയോടെ ദൂരമുള്ള വ്യക്തികളുടെ ദൂര ഏറ്റെടുക്കണം. ഏറ്റെടുത്തിട്ട് നിന്റെ ദൗത്യം നീ നിർവഹിച്ചാൽ ദൈവം ഈ സഭയെ അനുഗ്രഹിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു സീറ്റിന് വേണ്ടി ക്യൂ നിന്നതുപോലെ ദൈവം സന്ദർശിച്ച് ഈ സഭയിലേക്ക് ആത്മാക്കളെ കൂട്ടിവരുത്തുമെന്ന് ഇന്ന് രാത്രിക്കെതിരെ ആത്മാവിൽ പറയുക. അത് ചെയ്യണം. നീ ഇതിൽ നിൽക്കണം. നീ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നീ നിർമ്മലവും മലിനവും നിർമ്മലവും വേർതിരിച്ച് കാണിച്ചു കൊടുക്കണം. വിശുദ്ധമെന്ന് കാണിച്ചു കൊടുക്കണം. ആരാധന കാണിച്ചു കൊടുക്കണം. അങ്ങനെ ആയാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ ആശ്രയിക്കട്ടെ. ദൈവം എനിക്ക് പറയട്ടെ. Hare
പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം നാം എപ്രകാരം നമ്മുടെ ജീവിതം നയിക്കണം എന്നുള്ളത് ദൈവവചന ശുശ്രൂഷയിൽ നാം കേട്ട് കഴിഞ്ഞു. നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവം, hallelujah, the Lord is looking for somebody to intercede for the city, intercede for a family, to stand in the gap. Hallelujah, there is a gap there. He is looking in the princes. Hallelujah, he is looking in the prophets. Hallelujah, he is looking in the priests. That's what he was preaching all about. Hallelujah, hallelujah. Whatever the Lord has called upon you all, whether you are a priest or a prince or a prophet, whatever it may be, hallelujah, they all are deviated from the truth of the Lord. Hallelujah, but he is still looking for someone to stand in the gap for the city in order to hinder the judgment not to come on the city. Hallelujah, today he is also looking again. Hallelujah, are you the one can stand in the gap and pray and cry unto the Lord, Lord, judgment delayed, Lord. Hallelujah, there are shortcomings and sin in our life. Hallelujah, forgive our sins, Lord. Hallelujah, Lord, let your judgment may not come upon the city, upon the church. Hallelujah, Apostle Peter is saying that it is high time, the judgment should come upon the church of God. Hallelujah, hallelujah. That's what the case is. What is the situation of the sinners? Hallelujah, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ, ഹല്ലേലൂയ, അത് നമ്മിൽ തുടങ്ങിയാൽ ഭാവിയുടെ അഭക്തന്റെ ഗതി എന്തായി തീരുമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. നമ്മൾ തന്നെ നമ്മുടെ ന്യായവിധിക്കുള്ളത് ചരിച്ച് കൂട്ടി വെച്ചിട്ട് വെറുതെ പ്രാർത്ഥിച്ചിട്ട് ബോധിച്ചിട്ട് കാര്യമില്ല. നമ്മെ തന്നെ ശോധന ചെയ്ത് കർത്താവിന്റെ വളരെ വിശദമായി ഈ ദിവസങ്ങളില് നമ്മുടെ ജീവിത രീതികൾ, ജീവിത ശൈലികൾ, ഹല്ലേലൂയ, എപ്രകാരമായിരിക്കണമെന്നുള്ളത് നമ്മളെ ഞായറാഴ്ചയോ ഉപവാസ പ്രാർത്ഥന വന്ന് അത് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. മറ്റുള്ള മണിക്കൂറുകളിൽ, മറ്റുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം നമ്മെ തന്നെ നിയന്ത്രിക്കേണ്ട രീതികളെ പറ്റി വളരെ ശക്തമായി സംസാരിച്ചല്ലോ. നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് ഓരോ ചുമതല തന്നിട്ടുണ്ട്. ദൈവസഭയ്ക്കകത്തുണ്ട്, ദേശത്ത് വാർക്കുമ്പോൾ തന്നിട്ടുണ്ട്. അത് കളയാതെ വണ്ണം അത് ദൈവത്തിനിൽ വിലപ്പെട്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം ദൈവവചനത്തിന്റെ പാതയിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് ദാസനെ ശക്തിയേറ്റല്ലോ. ശാരീരിക ക്ഷീണവും തൊണ്ടയ്ക്കൊക്കെ പ്രയാസമുണ്ടെങ്കിലും ദൈവവചനം സൂക്ഷിപ്പാൻ കർത്താവ് ദാസനെ ബലപ്പെടുത്തി നാളെയും ചില നിമിഷങ്ങൾ സംസാരിക്കുന്ന നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. കടന്നു വന്ന എല്ലാവരെയും കേട്ടി 4 സെഷനിലായിട്ട് പല സമയങ്ങളും പ്രിയപ്പെട്ട് കടന്നു വന്നല്ലോ. കടന്നു എല്ലാവരെയും കേൾക്കട്ടെ. ശാരീരിക ക്ലേശിരിക്കുന്നവരുണ്ട്, ഇന്ത്യയിലേക്ക് പോയിരിക്കുന്നവരുണ്ട്, ഇന്ത്യയിൽ മടങ്ങി വരുന്നവരുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. വാഗ്ദത്തങ്ങൾ വിശ്വസനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾ നിന്റെ വാഴ്ത്തിനെ സ്തുതിക്കുന്നു. ഈ 2 ദിവസക്കാലം പല സമയങ്ങളായി പ്രിയപ്പെട്ട് കടന്നു വന്ന് നിന്റെ ഉപവാസത്തോടുകൂടി അല്ലാതെ പ്രാർത്ഥിപ്പാൻ പലരെ ഒരുക്കിനായി സ്തോത്രം. ഞങ്ങൾ അതിനെ പൂർണ്ണമായി നിരസിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ ദാസനിലൂടെ മാറ്റമില്ലാത്ത വചനം ഈ വർഷത്തിന്റെ ആരംഭ ദിവസങ്ങൾ മണികൾ കേൾപ്പിച്ചല്ലോ. ഇത് ഈ വർഷക്കാലം മുഴുവൻ ഞങ്ങൾ കർത്താവെ കറക്റ്റ് ചെയ്യുവാൻ തക്കണം. എവിടെ വീണ് പോയിരിക്കുന്നു മനസ്സിലാക്കിയിട്ട് നേർപാതയിലേക്ക് മടക്കി കൊണ്ടുവരണമേ. ഏറ്റവും മുകളിലിരിക്കുന്നതോട് താഴെ വരെ ഒരു ശോധന കഴിച്ചിട്ട് നിന്റെ സന്നിധിയിൽ നേർവഴിയിലാകുവാൻ സഹായിക്കണമേ. അല്ല എങ്കിൽ നിന്റെ കാലം ഭാരമായി തീരുമെന്ന് ഞങ്ങൾ കേട്ടല്ലോ. ഹല്ലേലൂയ, പിന്നീട് ദുഃഖിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ശരിയാകേണ്ട രീതിയിൽ ശരിയാകുവാന് നീ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടി ആ ഗുണദോഷത്തിന്റെ വാക്കുകൾ പറഞ്ഞു തരുവാൻ നിന്റെ ദാസൻ ഞങ്ങളുടെ മുതൽ അയച്ചതിനായി സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം ഞങ്ങൾ സംസാരിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ, മറ്റുള്ളവരിലേക്ക് നോക്കിയാൽ ഞങ്ങളെ തന്നെ നോക്കുവാന്, ഞങ്ങളുടെ ജീവിത ശൈലികൾ നോക്കുവാന്, ജീവിത സ്വഭാവങ്ങൾ മാറ്റിയെടുക്കുവാന്, മാനസാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വിവിധ പ്രാർത്ഥന ആവശ്യത്തിൽ വെച്ചിട്ടുണ്ട്. എല്ലാം നീ കേട്ട് മറുപടി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വരവ് താമസിച്ചാൽ നാളെ രാവിലത്തെ ആരാധന സുഗ്രാഹ്യമാക്കി തീർക്കണം. ശുശ്രൂഷകളെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെയും പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും ആവശ്യമുണ്ട്. നാം എല്ലാവരോടും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും പ്രതികാൽ വാചനത്തിന്റെ കർത്താവ് നാം എല്ലാവരോടും നാളത്തെ ആരാധനയോടുകൂടെ ഇന്ന് മുതൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണമേ. കർത്താവ് എല്ലാവരും കേട്ട് നാളെ രാവിലെ 8:30 എന്ന പ്രാർത്ഥന ആരംഭിക്കുന്നു. കടന്നു വരിക. കർത്താവ് സഹായിക്കും. കർത്താവ് നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി. കർത്താവിന്റെ